അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയം വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വളരെ എളുപ്പത്തിൽ യഥേഷ്ടം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല അത് എന്നതാണ് അതിൻ്റെ ആമുഖം. വളരെ അനിവാര്യമെങ്കിൽ മാത്രം ഒട്ടേറെ നിബന്ധനകളും നിയന്ത്രണ രേഖകളും വെച്ച് മാത്രം അനുവദിച്ചിരിക്കുന്ന വിഷയമാണ് ത്വലാഖ്. എന്നാൽ ത്വലാഖ് നടക്കാതിരിക്കാനുള്ള ഒരുപാട് ഘട്ടങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു. ത്വലാഖ് നടന്നാൽ പോലും അത് റദ്ദ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി അതിലേറെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ഖുർആൻ എടുത്തു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് ജീവിക്കേണ്ടത് എന്നും അയാൾ അവളെ പുറത്താക്കാനോ അവൾ സ്വയം പുറത്തു പോകാനോ പാടില്ല എന്നും ഖുർആൻ ഒരു നിയമമായി, നിയന്ത്രണമായി എടുത്തു പറയുന്നത്. അതിൻ്റെ എല്ലാ വിശദമായ തലങ്ങളും ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും പറയുന്നതിലേറെ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്തായ വിഷയം പോലും നമുക്ക് ധാരണപ്പശകില്ലാത്ത വിധം പൂർണ്ണമായി കൃത്യമായി ഖുർആൻ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിഷയകമായി ഒരുപാട് ഹദീസുകളുടെ ആവശ്യമില്ലാത്ത വിധം, ഒരുപാട് ഹദീസുകളില്ലതിൽ, വളരെ കുറഞ്ഞ കാര്യങ്ങളെ അതിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ധാരാളം ആയത്തുകൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സൂറത്ത് ത്വലാഖിലെ 7 ആയത്തുകളാണ് ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഒരു 8-9 ആയത്തുകൾ മറ്റൊരു സൂറത്തിൽ നിന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കുമെന്നാണ് വിചാരിക്കുന്നത്. പൂർണ്ണമാവുമോ എന്നറിയില്ല. ഇവിടെയൊക്കെ ആവർത്തിച്ചു മനസ്സിലാക്കേണ്ട സംഗതി, ഇപ്പോൾ നമ്മൾ ഇദ്ദയെക്കുറിച്ചും ഇദ്ദയുടെ കാലാവധിയും ഓരോ വിഭാഗത്തിലെ പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ കാലാവധിയും ഒക്കെ പ്രത്യേകം മനസ്സിലാക്കി. അതിൽ ഗർഭിണികളാണെങ്കിൽ ഗർഭധാരണ കാലത്ത് നൽകേണ്ടതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന പരിഗണനയും പരിചരണവും ഭർത്താവിൻ്റെ ചുമതലയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പോറ്റുന്ന കാര്യത്തിൽ വരെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ധാരണയിലെത്തണമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ത്വലാഖ് നടന്നാൽ പോലും, ഇദ്ദയുടെ കാലത്ത് തിരിച്ചെടുക്കാതെ തന്നെ തുടർന്നാൽ പോലും, ആ ത്വലാഖ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായാൽ പോലും അവർ തമ്മിൽ പിന്നെയും മാനുഷിക ബന്ധങ്ങൾ പാലിച്ച് സൗഹാർദ്ദം പുലർത്തി സഹിഷ്ണുതയോടെ ഒരു വേള മുസ്ലിംകളെന്ന അർത്ഥത്തിലുള്ള സ്നേഹത്തോടെ തന്നെ പെരുമാറുവാനും അങ്ങനെ കണ്ടും കേട്ടും ജീവിക്കുവാനുമുള്ള സാഹചര്യമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളത് തിരിച്ചറിയുന്നത്. ത്വലാഖ് എന്ന് പറയുന്നത് തെറ്റിപ്പിരിയലല്ല, തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള പിരിയലാണ്. അതൊരു സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. ചില മതവിഭാഗങ്ങളിലുള്ളതുപോലെ ത്വലാഖ് ഒട്ടും അനുവദിക്കാതിരുന്നില്ല. എന്നാൽ അത് യഥേഷ്ടം സ്വതന്ത്രമായി വിട്ടതുമില്ല. അവ രണ്ടിനുമിടയിൽ ഒരു മധ്യമ നിലപാട്, എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായി പരിശോധിച്ച് യുക്തിദീക്ഷയോടുകൂടി അള്ളാഹു നൽകിയിരിക്കുന്ന നിബന്ധനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ചില ചർച്ചകൾ, അതെന്തായിരുന്നാലും പ്രധാനമാണല്ലോ. ഇപ്പോൾ ഈ ഏക സിവിൽ കോഡും മുത്തലാഖും അനുബന്ധമായിരിക്കുന്ന കുറേ സംഗതികൾ അകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയകമായി കുറച്ചുകൂടി ഒരു ധാരണ, ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ത്വലാഖ് യഥേഷ്ടം നിർവഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ 3 ത്വലാഖും ഒറ്റയിരിപ്പിൽ നിർവഹിച്ച് രക്ഷപ്പെടാനോ രക്ഷപ്പെടുത്തുവാനോ ഉള്ള ശ്രമങ്ങൾ മുൻകാലങ്ങളിലേ ഉണ്ട്, ഇപ്പോഴും തുടരുന്നു. പിന്നെ അതിനെ മറികടക്കാൻ അതിനേക്കാൾ മോശപ്പെട്ട മാർഗങ്ങളാണ് സമുദായം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മഹാപണ്ഡിതന്മാരുടെ എല്ലാ ഒത്താശയും ഉണ്ട് എന്നുള്ളത് മറ്റൊരു കൗതുകമെന്നോ അല്ലെങ്കിൽ സങ്കടമെന്നോ ഒക്കെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അഭിഷേകമായുള്ള ഏതാനും കാര്യങ്ങൾ കൂടി ഇന്നത്തെ നമ്മുടെ ചർച്ചകളിൽ വരുന്നുണ്ട്. നമ്മൾ വിഷയത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2-ാം അധ്യായം, അതിലെ 226 മുതൽ 234 വരെയുള്ള 9 ആയത്തുകൾ. അത് ഇന്ന് പൂർത്തിയാകുമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും 226 മുതൽ 234 വരെ തുടങ്ങാം. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുകയില്ലെന്ന് ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്നവർക്ക് അന്തിമ തീരുമാനത്തിന് 4 മാസം വരെ കാത്തിരിക്കാവുന്നതാണ്. അതിനിടയിൽ അവർ ശപഥം വിട്ട് ദാമ്പത്യത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. ലില്ലദീന യുഉലൂന മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുരി. നമ്മൾ ഈ ഇദ്ദയെക്കുറിച്ച് പറഞ്ഞു വന്നിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ പറയുന്നത്. ആല യുഉലി എന്ന് പറഞ്ഞാൽ ശപഥം ചെയ്തു എന്നാണ് അർത്ഥം. ആല യുഉലി, ഈരാ എന്ന് പറയാം. ലില്ലദീന യുഉലൂന മിൻ നിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ശപഥം ചെയ്തു മാറി നിൽക്കുന്ന ആളുകൾ. തറബ്ബുസു 4 അശ്ഹുരി, തറബ്ബുസ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കണം. തറബ്ബുസ്, അവർ കാത്തിരിക്കണം. 4 അശ്ഹുരി, 4 മാസം, 4 മാസം വരെ കാത്തിരിക്കാം എന്നർത്ഥം. വിഷയം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വൈകാരികമായിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോപം, താൽക്കാലികമായിരിക്കുന്ന ദേഷ്യം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ത്വലാഖ് ചൊല്ലും, ചില ആളുകൾ ത്വലാഖ് ചൊല്ലില്ല. പക്ഷേ എന്ത് ചെയ്യും? ഇനി ഞാൻ നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയും. അത് ഗുരുതരമായിട്ടാണ് ഖുർആൻ കാണുന്നത്. കാരണം പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, ഈ ത്വലാഖ്, നിക്കാഹ് പോലെയുള്ള സംഗതികൾ തമാശക്ക് പറഞ്ഞാലും കാര്യമായി തന്നെ പറഞ്ഞാലും അത് കാര്യമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണതെന്ന്. അപ്പോൾ വെറുതെ ആണെങ്കിൽ പോലും ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ത്വലാഖാവും, അയാൾ കുറ്റക്കാരനാവുന്നുള്ള മറ്റൊരു വിഷയം. എന്ന പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ 2 സാക്ഷികളുടെ മുമ്പിൽ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുമ്പോൾ അവരോട് പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ടല്ലോ. ആ മര്യാദകൾ മുറിച്ചു മാറ്റുകയാണെന്ത്? ശപഥത്തിലൂടെ ചെയ്യുന്നത്. ഞാൻ ഇനി നീയുമായി യാതൊരു ബന്ധമില്ല, പ്രത്യേകിച്ച് ശാരീരിക ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്ന വാക്കിനെയാണ് ഇവിടെ ഈല എന്ന് ഉപയോഗിച്ചത്. കേവലം ഒരു ശബ്ദമല്ലത്. അങ്ങനെ ശബ്ദം ചെയ്യുന്ന ആളുകൾ 4 മാസത്തിനകം അതിൽ തീരുമാനമെടുക്കണം എന്നാണ്. ആ 4 മാസം യഥാർത്ഥത്തിൽ മറ്റൊരു അർത്ഥത്തിൽ ഇദ്ദയാണ്. ത്വലാഖായി മാറുന്നില്ലെങ്കിൽ പോലും ത്വലാഖിനോളം ഗൗരവമുള്ള വിഷയമാണ് അത് എന്നർത്ഥം. ഇപ്പം നമ്മൾ ത്വലാഖിൻ്റെ ഇദ്ദയുടെ ചില കാലങ്ങൾ പറഞ്ഞല്ലോ. 3 മാസം പറഞ്ഞു, അതുപോലെ ഗർഭകാലം പറഞ്ഞു, പിന്നെ ഈ പീരിയഡ്സിലൊക്കെ സംശയമുള്ള അല്ലെങ്കിൽ നിന്നുപോയ ആളുകളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും ഈ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ വരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനാണ്. അതൊന്നും ഒരു ദേഷ്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ സംഗതിയല്ല. ഇതുപോലെയുള്ള വാക്കുകൾ വേറെയും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു സന്ദർഭത്തിൽ നമുക്കത് പറയാം. അപ്പോൾ ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം തറബ്ബുസു അർബഅതി അശ്ഹുരിൻ, ഭാര്യമാരുമായി ശപഥം ചെയ്ത് അകന്നു നിൽക്കുന്ന ആളുകൾ അവർക്ക് തീരുമാനമെടുക്കാൻ 4 മാസം വരെ കാത്തിരിക്കാം. ഫഇൻ ഫാഉ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫഅനൽ തിരിച്ചു വന്നു, മടങ്ങി. ഫഇൻ ഫാഉ അതിനിടയിൽ അവർ മടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഈ 4 മാസത്തിനകം അവർക്ക് ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ആ ആയത്തിന്റെ മറുവശമാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് പറഞ്ഞാൽ അതവർ തിരിച്ചു വരുമ്പോഴാണ്. തിരിച്ചു വന്നില്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് പാപമോചനം പ്രതീക്ഷിക്കാനില്ല, കാരുണ്യവും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ അല്ലാഹു നമ്മളെ ശിക്ഷിക്കുവാനും അവന്റെ കാരുണ്യം മുറിച്ചു കളയുവാനും കാരണമാകുന്ന വിഷയമാണെന്ത്? ഈ ശപഥം ചെയ്ത് മാറി നിന്ന് അത് അവസാനം ത്വലാഖിലേക്ക് എത്തുക എന്നുള്ളത്. എന്തായി പറയാൻ കാരണം തരും? നമ്മൾ മുമ്പ് മനസ്സിലാക്കി, ത്വലാഖിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ കൂടാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ. എന്നാൽ ആ ഘട്ടങ്ങളൊന്നും പാലിക്കാതെ വന്നു വീഴുന്ന ഒരു മാർഗമാണെന്ത്? ഈ ഒരു താൽക്കാലിക നേരത്തെ വൈകാരിക ക്ഷോഭത്താൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ശപഥം. അതുകൊണ്ടാണ് പറഞ്ഞത് തിരിച്ചെടുത്തുകൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യം നേടാൻ നമ്മൾ യോഗ്യരാവുകയുള്ളൂ, തിരിച്ചു വന്നുകൊണ്ട്. അപ്പോ ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം തറബ്ബസു അർബഅതി അശ്ഹുരിൻ ഫഇൻ ഫാഉ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഈ 4 മാസം കൊണ്ട് തീരുമാനമെടുക്കണം. അതിനകം അവർ മടങ്ങി വരികയാണ്, ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരികയാണ് എങ്കിൽ അള്ളാഹു പൊറുക്കും, അവൻ കരുണാവാരിധിയാണ്. കാരണം അതൊരു അബദ്ധം സംഭവിച്ചതാണ് എന്നർത്ഥത്തിൽ. അടുത്ത ആയത്ത് കൂടെ നോക്കാം. وإن عزموا الطلاق فإن الله سميع عليم. ഇനി അവർ വിവാഹമോചനം ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തുകയാണെങ്കിലോ അള്ളാഹു എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ. വഇൻ അസമു ത്വലാഖ, അസമ തീരുമാനിച്ചു, തീർച്ചപ്പെടുത്തി, അസമ. വഇൻ അസമു ത്വലാഖ, ഇനി അവർ വിവാഹമോചനം തന്നെയാണ് തീർച്ചപ്പെടുത്തുന്നത് എങ്കിൽ, ഈ 4 മാസം കഴിഞ്ഞു, തിരിച്ചെടുത്തിട്ടില്ല, പക്ഷേ ഇനി തീരുമാനം ഉണ്ടാക്കണം, ഇനി കാത്തിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തീരുമാനം, ഒന്നുകിൽ തിരിച്ചു വരിക എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ള തീരുമാനം. ആ തീരുമാനം എടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ ഇടപെടും. അങ്ങനെ തീരുമാനമെടുക്കുന്നത് ത്വലാഖിന് വേണ്ടിയാണെങ്കിൽ അവിടെ അള്ളാഹ് പറഞ്ഞ മറുപടി, അതിന്റെ പ്രതികരണം എന്തായാലും, നിങ്ങളങ്ങനെ ത്വലാഖിന് തീരുമാനമെടുത്താൽ നിങ്ങളെ ശിക്ഷിക്കുമെന്നോ രക്ഷിക്കുമെന്നോ കരുണ ചെയ്യുമെന്നോ ചെയ്യില്ല എന്നോ ഒന്നും അള്ളാഹ് പറഞ്ഞില്ല. ഒറ്റ വാചകം, ഫഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ ശപഥം ചെയ്തത് ത്വലാഖിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയായി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ? ത്വലാഖായി മാറാൻ മാത്രമുള്ള കാരണങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടോ? ഇതിന്റെ പിന്നിൽ വല്ല സ്വാർത്ഥ താല്പര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തത്? തുടങ്ങിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാകുന്നു അള്ളാഹു. അപ്പോൾ നല്ല സൂക്ഷ്മത വേണം, നല്ല ശ്രദ്ധ വേണം. അല്ല, ഞാൻ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഇതൊരു ശപഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത്ര വലിയ കാര്യം കാണാറില്ല. പക്ഷെ അവിടെ പോലും ശപഥം ചെയ്യുന്നതിലും പിന്നീട് അതേ നിലപാട് തുടരുന്നതിലും അത് ത്വലാഖിലേക്ക് എത്തുന്നതിലുമൊക്കെ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവന്റെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അവൻ എന്റെ പാപങ്ങൾ പരിഹരിക്കും, എന്നോട് അവൻ കരുണ കാണിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിച്ചു ഉറപ്പുവരുത്തണം. അതിനൊക്കെയുള്ള യോഗ്യത ഞാൻ ഈ ത്വലാഖിലേക്ക് എത്തിയാൽ ഉണ്ടാകുമോ എന്നത് ഞാൻ എന്നോട് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. എന്നിട്ടാണ് തീരുമാനമുണ്ടാക്കേണ്ടത്. വഇൻ അസമ ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം.
ആ ഭാഗം വിടാണ്. അടുത്ത ആയത്തിലേക്ക് പോവാം. والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ 3 മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ്. അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ അവർ ഒളിച്ചുവെക്കാൻ പാടുള്ളതല്ല. പ്രസ്തുത അവധിക്കകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാകുന്നു. അവർ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട്. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. والمطلقات يتربصن بأنفسهن ثلاثة قروء. മുത്തല്ലഖത്ത് എന്ന് പറഞ്ഞാൽ വിവാഹമോചിത, ത്വലാഖ് ചൊല്ലപ്പെട്ടവൾ. വൽ മുത്തല്ലഖാത്തു വിവാഹമോചിതരായിരിക്കുന്ന സ്ത്രീകൾ യതറബ്ബസ്ന അവർ കാത്തിരിക്കേണ്ടതാണ്. ബി അൻഫുസിഹിന്ന നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യത്തിൽ അവർ കാത്തിരിക്കണം. സലാസത്ത ഖുറൂ, ഖുർഇന്റെ ജംആണ് ഖുറൂ. ഖുർഇ ജംഉ ഖുറൂ. ഭാഷാപരമായ അതിന് സ്ഥിരമായി ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ച് പ്രത്യേക സമയത്ത് അവസാനിക്കുന്ന ഏത് കാര്യത്തിനും പറയുന്ന ഒരു പേരാണ് ഖുർആൻ. അതിന്റെ ഭാഷയിൽ നമ്മൾ കൊണ്ടുവരുമ്പം അതിൽ പിന്നെ പദം ഖറഅ തന്നെയാണ്. നമ്മൾ വായിച്ചു എന്ന് പറയുന്ന ഖറഅ ഉണ്ടല്ലോ, ആ ഖറഅ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഖറഅ എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വായിച്ചു എന്ന് മാത്രമല്ല, ഒരുമിച്ച് കൂട്ടി, ശേഖരിച്ചു, ഇതൊക്കെ എൻ്റെ അർത്ഥങ്ങളാണ്. അതുപോലെ സംഗതി അവസാനിപ്പിച്ചു, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഖറഅക്ക്. അതിൽ ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഖുർആൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശം ആർത്തവകാലം, അതൊരു പ്രത്യേക സമയത്ത് തുടങ്ങി ഒരു പ്രത്യേക സമയത്ത് അവസാനിക്കുന്നതാണ്. അത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സംഗതിയെ. അപ്പൊ അതുകൊണ്ട് ഇതിന് മൊത്തത്തിൽ ആർത്തവശുദ്ധി എന്ന് പറയാം. ആർത്തവശുദ്ധി എന്ന് പറയാം. ശുദ്ധികാലത്തെയും പരിഗണിക്കാം, ആർത്തവകാലത്തെയും പരിഗണിക്കാം. രണ്ടിനെയും ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലാണ് ഈ പദം വന്നത്. ഏതാണ്ട് നമുക്കതിന്റെ സമയം മനസ്സിലാവും. അപ്പോ ത്വലാഖ് നിർവഹിക്കപ്പെട്ടാൽ പിന്നീട് വരുന്ന ആർത്തവം ശുദ്ധി, ആർത്തവം ശുദ്ധി, അങ്ങനെ 3 ഘട്ടങ്ങൾ കഴിയുന്നത് വരെയാണ് ഇദ്ദ. അതുവരെയും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുവാനോ വിവാഹം നടത്തുവാനോ അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളോ പാടില്ല. അതാണ് കാത്തിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. ഇനി പറയുന്നു വലാ യഹില്ലു ലഹുന്ന, അവർക്ക് അനുവദനീയമല്ല. വലാ യഹില്ലു ലഹുന്ന, അവർക്ക് അനുവദനീയമല്ല. അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫീ അർഹാമിഹിന്ന. ഖത്തമ യക്തുമു എന്ന് മറച്ചു വെച്ചു. ഖത്തമ യക്തുമു മറച്ചു വെച്ചു. അൻ യക്തുംന, അവർ മറച്ചു വെക്കാൻ പാടില്ല. മാ ഖലഖല്ലാഹു, അല്ലാഹു സൃഷ്ടിച്ചത്, ഫി അർഹാമിഹിന്ന, അവരുടെ ഗർഭാശയങ്ങളിൽ. ആ പദങ്ങളൊക്കെ മുമ്പ് പഠിച്ച പദങ്ങളാണ്. അപ്പോ അവരുടെ ഗർഭാശയങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചത് അവർ മറച്ചു വെക്കാൻ പാടില്ല. ഇൻ കുന്ന, അവരായിരുന്നെങ്കിൽ, ആണെങ്കിൽ, യുമിന്ന, വിശ്വസിക്കുന്നുവെങ്കിൽ, ബില്ലാഹി, അല്ലാഹുവിലും, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും. അപ്പോ വിവാഹമോചിതരായിരിക്കുന്ന സ്ത്രീകൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ
അവർക്ക് ഗർഭമുള്ളത് അവർ മറച്ചു വെക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായി സംശയിക്കാം, ഗർഭം അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് ദിവസത്തേക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ, പിന്നെ ആൾക്കാരെ അറിയുമല്ലോ, അത് മെല്ലെ മെല്ലെ അറിയും. അത് പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒന്ന്, ഗർഭിണിയാണ് എന്ന് അറിയുന്നതോടുകൂടി തന്നെ അത് ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കണം, ഭർത്താവിനെയും അവരുമായി ബന്ധപ്പെട്ടവരെയും അറിയിക്കണം. അതാണ് പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട്? മറ്റൊരു തീരുമാനത്തിലേക്ക് ഭർത്താവിന് പെട്ടെന്ന് എടുത്തു ചാടാൻ അവസരമില്ലാതിരിക്കാൻ തന്നെയാണത്. അതുപോലെ നമുക്കും കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം നൽകണം. മനസ്സ് മാറാൻ ഒരുപാട് സാധ്യത ഉണ്ടല്ലോ, ആ മനസ്സ് മാറിക്കിട്ടുന്നത് അറിയിക്കാൻ. മറ്റൊന്ന്, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കാം, ഇന്നത്തെ കാലത്ത് ഇത് നേരത്തെ മനസ്സിലാക്കുവാനും എന്തായാലും അയാൾ മൊഴി ചൊല്ലിയില്ലേ, ഇനിയിപ്പോൾ അയാളുടെ കുട്ടിനെ പോയിട്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കാനും ആളുകൾക്ക് കഴിയും. മനസ്സിലായല്ലോ? വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടെന്ന് വെക്കാൻ, അബോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതിൻ്റെയൊക്കെ ശിക്ഷയും കുറ്റമൊക്കെ വേറെ വിഷയം. പക്ഷേ സാമൂഹ്യമായി പോലും അതൊരിക്കലും അംഗീകരിക്കപ്പെട്ടുകൂടാ. മൊഴി ചൊല്ലപ്പെട്ടവളാണെങ്കിലും തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ കുഞ്ഞിന് അത് അങ്ങനെ കുഞ്ഞ് വളർന്നു വരുന്നുണ്ട് എന്ന വിവരം ഭർത്താവിനെ അറിയിക്കണം, അത് പുറത്തറിയിക്കണം, ആ കുഞ്ഞിനെ ആ നിലക്ക് വളർത്തുകയും വേണം. അതിന് രണ്ട് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 1-2 മാസത്തിനുള്ളിലൊക്കെയാണ് ത്വലാഖ് നടക്കുന്നതെങ്കിൽ ഇനി ഇദ്ദയുടെ കാലം തന്നെ എത്രയാ? ഇനിയും 6-7 മാസമുണ്ട്. അത്രയും കാലം ഇവൻ സംരക്ഷിക്കണം, ഇവൻ നോക്കണം, ഇവന് പ്രത്യേക പരിഗണന കൊടുക്കണം. ഡെലിവറി അടക്കമുള്ള എല്ലാ എക്സ്പെൻസും അവൻ വഹിക്കണം. സിസേറിയനൊക്കെ ആണെങ്കിൽ ഒഴിവാക്കപ്പെട്ട സ്ത്രീയുടെ സിസേറിയന്റെ ചുമതല കൂടി ഭർത്താവിനാണെന്ന് പറയുമ്പോൾ അത് ചെറിയ സംഗതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീണ്ടും തിരിച്ചു വരാനുള്ള, തിരിച്ചെടുക്കുവാനുള്ള, എന്തായാലും ഇങ്ങനെയൊക്കെയല്ല പോണത്, അതുകൊണ്ട് ഇനി നമ്മൾ അതങ്ങ് കുട്ടികളെയാം എന്ന് കരുതി അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുകയാണ് ഖുർആൻ ചെയ്തത്. ഒരു കാരണവശാലും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, കൂടെ നിർത്തുകയാണ് വേണ്ടത്. അതിലേക്കാണ് ആ വിഷയങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? സ്ത്രീകളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരുടെ കുടുംബവും. അവർക്കും ഇതിന് നേരത്തെ പറഞ്ഞല്ലോ, അവളെ അവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, അവൾ സ്വയം പുറത്തു പോകാനും പാടില്ല. രണ്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല, അതല്ല വേറെ കാര്യം. കാരണം ത്വലാഖ് വരുന്നതിന് 6 മാസം പോലെ ഓരോ കൊണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇവിടെ ചർച്ചയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ചർച്ചയില്ല. അപ്പോ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് അള്ളാഹുവിന്റെ പരിധികളാണ്, അവന്റെ അതിർവരമ്പുകളാണ്. ലംഘിച്ചാൽ അവർ സ്വന്തത്തോടെ തന്നെ അതിക്രമം ചെയ്യുന്നവരാണ്, അവർക്ക് നരകശിക്ഷ ഉറപ്പാണെന്നൊക്കെ ഖുർആൻ പറഞ്ഞത്. എന്നിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാ? ഒന്ന്, ഖുർആൻ പഠിക്കുന്നില്ല, 2, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം അതിന് സമ്മതിക്കുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, അതിന് സമ്മതിക്കുന്നില്ല. അതിന് നമ്മൾ പറയലെന്താ, അതൊക്കെ ഒരു നാണക്കേടല്ലേ? അവിടെ പോയി താമസിക്കാറിഞ്ഞാൽ അതിന് നാണക്കേട് എന്നാണോ പറയേണ്ടത്, ഈഗോ എന്നാണോ പറയേണ്ടതെന്ന് കൂട്ടിവെക്കാം. ഈഗോന്റെ അർത്ഥം എനിക്ക് അറിയില്ല എപ്പോഴും, അങ്ങനെ പറഞ്ഞു പോരുന്നില്ലാതെ അതിന്റെ അർത്ഥം ശരിക്കും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഭാഷയിലെ അർത്ഥമുണ്ട്, എങ്കിലും അത് ബോധ്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനങ്ങനെയൊക്കെ പറയാം. എന്തായിരുന്നാലും ആ ഒരു ഈഗോയുടെ പേരിൽ മാറ്റിവെക്കേണ്ട വിഷയങ്ങളല്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എന്നുള്ളതാണ്. അതിന്റെ ഗുരുതരാവസ്ഥയാണ് ഖുർആൻ പറഞ്ഞത്. ഇനി നോക്കൂ, പഠിച്ചാണ് ഭർത്താവ്. അവരുടെ ഭർത്താവാണ് അഹക്ക്, ഏറ്റവും അർഹൻ. എന്തിന്? ബിറദ്ദിഹിന്ന, ഈ ത്വലാഖ് റദ്ദ് ചെയ്തിട്ട് അവളെ തിരിച്ചെടുക്കാൻ. അവളെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹൻ ഭർത്താവ് തന്നെയാണ്, പ്രത്യേകിച്ച് ഫീ ദാലിക, അക്കാലത്ത്. എക്കാലത്ത്? ഇദ്ദയുടെ കാലത്ത്. അപ്പോ ഗർഭിണിയാണെങ്കിൽ പ്രത്യേകിച്ചും കുറെ കാലം ഉണ്ടാവാം. ആ കുറെ കാലം ഉള്ളത് കൊണ്ട് തന്നെ അതിനിടയിൽ തിരിച്ചെടുക്കുവാനുള്ള അവസരങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരാണ്. ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഓരോ മാസം ഇവൻ തന്നെ വണ്ടി എടുത്ത് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഡോക്ടർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോ അവർക്ക് നൽകേണ്ട പരിചരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അതൊക്കെ ഒരു തിരിച്ചുവിളിക്കുള്ള സാധ്യത ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ആ സാധ്യതയിൽ ഏറ്റവും അർഹൻ അവൻ തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദയുടെ കാലത്ത്
മറ്റൊരു വിവാഹ ആലോചന പോലും പാടില്ല എന്ന് പറഞ്ഞത്. മരണത്തിന് പിറകെയുള്ള ഇദ്ദയാണെങ്കിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. മരണാനന്തരമുള്ള ഇദ്ദയാണെങ്കിൽ ഇപ്പൊ ഭർത്താവ് മരിച്ചതാണ്, അവരുടെ ഇദ്ദയിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാം, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം, അതനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അവളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാലോചിക്കാം. മനസ്സിലായല്ലോ? നിശ്ചയിക്കാനൊന്നും പാടില്ല, പക്ഷെ എങ്കിലും ആ ആഗ്രഹമൊക്കെ പറയാം. അതൊന്നും വിവാഹമോചിതയുടെ ഇദ്ദയിലില്ല, അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തു കാരണത്താലും ഒരു ചെറിയ ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവ് തന്നെയാണ് തിരിച്ചെടുക്കേണ്ടത്. അതിനുള്ള അവസരമാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ രണ്ടു കൂട്ടരും പൊതുവിലുള്ളതാണ്. എന്തായാലും ഒഴിവാക്കി കിട്ടിയല്ലോ, ഇനി വേഗം അടുത്ത പരിപാടി നോക്കാൻ നല്ലതാണ്. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പാടില്ല, കാത്തുക്കണം. അതുകൊണ്ട് അക്കാലത്ത് അവളെ തിരിച്ചെടുക്കാൻ ഏറ്റവും യോഗ്യൻ, ഏറ്റവും അർഹൻ അവളുടെ ഭർത്താവ് തന്നെയാണ്. ഇൻ അറാദു ഇസ്ലാഹൻ, അവർ ഇരു വിഭാഗവും പരസ്പരം രഞ്ജിപ്പ് ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന പക്ഷം അവർക്കാണ് ഒരുമിച്ച് ജീവിക്കാൻ ഏറ്റവും അർഹത. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു നിക്കാഹോ മഹറോ ഒന്നും ആവശ്യമില്ല. രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വിഷയം പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത്രേ വേണ്ടതുള്ളൂ. ശരി. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഇവിടെയാണ് ആ വാക്യമുള്ളത് കേട്ടോ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന അവർക്കുണ്ട്, ആർക്ക്? സ്ത്രീകൾക്കുണ്ട്. മിസ്ലുല്ലദി തുല്യമായത്, അലൈഹിന്ന അവരുടെ മേൽ ഉള്ളതിന്, ബിൽ മഅറൂഫ് മര്യാദ പ്രകാരം. എന്താ ഉദ്ദേശം? ഓരോ സ്ത്രീക്കും തങ്ങളുടെ മേൽ കുറെ ബാധ്യതകൾ, കടപ്പാടുകൾ, കടമകളൊക്കെ ഉണ്ട്. അത്രയൊക്കെ തന്നെ അവർക്ക് അവകാശമായി കിട്ടാനും ഉണ്ട്. കിട്ടാനും കൊടുക്കാനുമുള്ളത് തുല്യമാണ് ഖുർആൻ പറഞ്ഞു. അപ്പോ ഇൻ അറാദു ഇസ്ലാഹൻ എന്ന് പറഞ്ഞതിനെ പിറകെയാണ് പറഞ്ഞത്. ഈ രഞ്ജിപ്പിൽ രണ്ടു കൂട്ടർക്കും എന്തുണ്ട്? കൃത്യമായ അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട്, മനസ്സിലാക്കണം. അതിൽ ദാമ്പത്യം എന്ന അർത്ഥത്തിലുള്ള ബാധ്യതകൾ, സാമ്പത്തികം, കുടുംബപരം, സാമൂഹികം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അവിടെയൊക്കെ ആണെന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതൊക്കെ പെണ്ണിനും കിട്ടാനുള്ളതാണ്. പെണ്ണെന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അത് ആണിനും കിട്ടാനുള്ളതാണ്. ആ വിഷയത്തിൽ ഖുർആൻ തുല്യ നിലപാടാണ് സ്വീകരിച്ചത്. ആർക്കും ഒരു മേൽക്കോയ്മയും കൊടുത്തിട്ടില്ല, ആർക്കും ഒരു മേൽക്കോയ്മയും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ മാർഗം സ്വീകരിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന ഗുണവിശേഷണങ്ങൾ ഒരുപക്ഷെ ചിലക്കധികം ലഭിച്ചതായിരിക്കും. നമ്മൾ മുമ്പ് മനസ്സിലാക്കിയല്ലോ, നിസാഉക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാശിയത്തും. കൃഷിയിടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്താ? അതിലേക്ക് നൽകുന്നതിന്റെ എത്രയോ ഇരട്ടിയെ തിരിച്ചു നൽകുന്നതാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയല്ലോ, ഒരു വിത്ത് നട്ടുപിടിപ്പിച്ചാൽ അതിങ്ങനെ മുളച്ചു വരുമ്പോൾ 7 കതിരുകൾ, ഓരോന്നിനും 100 വീതം ധാന്യമണികൾ. ചെലവെന്താ? ഒരൊറ്റ ധാന്യം, ഒരൊറ്റ ധാന്യമാണ് ചെലവ്. പിന്നെ അതിനെ പരിരക്ഷിക്കുവാനുള്ള ഇത്തിരി എക്സ്പെൻസ് വേറെയും വരും. എന്നാൽ ലഭിക്കുന്നത് ആദ്യത്തിൽ തന്നെ 700 ഇരട്ടി പ്രതീക്ഷിക്കണമെന്നാ. എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീയുടെ മനസ്സും അവരുടെ ജീവിത സാഹചര്യമാണ്. കുറച്ച് കൊടുത്താൽ തന്നെ ഒരുപാട് തിരിച്ചു തരും, ഒരുപാട് തിരിച്ചു തരും. പക്ഷെ ബാധ്യതയും അവകാശവും പറയുമ്പോൾ തുല്യമാണ്. കിട്ടുന്നത് ഏറെ നമുക്ക് വാങ്ങണം, പക്ഷെ അവകാശം ബാധ്യത നമുക്ക് ഖുർആൻ പറയുമ്പോൾ തുല്യമാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ആണും പെണ്ണും തുല്യമായ അവകാശികളും തുല്യമായ ബാധ്യത ഉള്ളവരുമാണ് എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അതിലേറ്റക്കുറവൊന്നുമില്ല. അത് ഓരോ രൂപത്തിൽ പ്രവാചകരോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നല്ല ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഭാര്യമാരോട് കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ്. നല്ല സ്ത്രീ എന്ന് പറയുന്നവരോ തന്റെ ഭർത്താവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, രണ്ടും തുല്യമാണ്. അങ്ങനെ ഒരുപാട് രംഗത്ത് ഒരുപാട് മേഖലയിൽ പ്രവാചക തിരുമേനി സംസാരിച്ചു, ഖുർആൻ അതിലേറെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, വലിയ റിജാലി അലൈഹിന്ന ദറജ, വലിയ റിജാലി പുരുഷന്മാർക്കുണ്ട്, അലൈഹിന്ന അവരെക്കാൾ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ദറജ ഒരു പദവി അധികമുണ്ട്. പുരുഷന്മാർക്ക് ഒരു പദവി അധികമുണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ് ഈ അധ്യായത്തിൽ പോലും. സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്ത് അർരിജാലു ഖവ്വാമുന അലൻ നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. ആ ആയത്തിന്റെ ചുരുക്കമാണ് ഇവിടെ പറഞ്ഞത്. പുരുഷൻ സ്ത്രീയുടെ നിയന്ത്രണാധികാരമുള്ള കൈകാര്യകർത്താവാണ്. കാരണം
അവന് പ്രകൃതിപരമായ സൃഷ്ടിപ്പ് തന്നെ ശ്രേഷ്ഠത ഉള്ളതുകൊണ്ട്, പിന്നെ അവൻ സ്വയം അധ്വാനിച്ച് തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുമുണ്ട്. അതിലെവിടെയെങ്കിലും വീഴ്ച വരുത്തിയാൽ ഈ ശ്രേഷ്ഠത പോവുകയും ചെയ്യും. സ്വയം അധ്വാനിച്ച് അവളുടെ ജീവിതത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠത പോവും. ഇനിയുള്ള വിഷയം എന്താ? ഇവിടെ ഒരു സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ വിമർശിക്കുന്ന ആളുകൾ പോലും അവരുടെ ജീവിതത്തിൽ മറിച്ചാ വരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു പുരുഷന്റെ കൂടെ അവന്റെ ഭാര്യയുടെ പേര് ചേർത്തിട്ടുണ്ടോ? ഉണ്ടോ? വേണുഗോപാൽ പത്മജ അല്ലല്ലോ, തിരിച്ചല്ല, പത്മജ വേണുഗോപാൽ. രാജീവ് സോണിയ എന്നില്ലല്ലോ, സോണിയ രാജീവ് എന്നുണ്ടാവാം. ഗാന്ധി എന്ന പേര് പോലും ഭർത്താവുമായി ചേർത്ത് വന്നാണ് സോണിയ ഗാന്ധി. അത് ഇറ്റലിയിൽ നിന്ന് അച്ഛനമ്മ ഇട്ടെടുത്തതൊന്നല്ല. പരിഷ്കൃത സമൂഹത്തിലും അപരിഷ്കൃത സമൂഹത്തിലും ഭാര്യയിലേക്ക് ചേർത്ത് ഭർത്താവിനെ പരിചയപ്പെടുത്താറില്ല, പക്ഷെ ഭർത്താവിലേക്ക് ചേർത്ത് ഭാര്യയെ പരിചയപ്പെടുത്താറുണ്ട്. ഹിലരി ക്ലിന്റൺ. ഇവിടെ അല്ല, അവിടെയാണ്. തിരിച്ചില്ല, ക്ലിന്റൺ ഹിലരി എന്ന പ്രയോഗമില്ല. അപ്പോ ഇത് നമ്മൾ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ എങ്ങനെ വിമർശിച്ചാലും, ഏതൊക്കെ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും, അത്യാധുനികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പുരുഷനെ സ്ത്രീയിലേക്ക് ചേർത്ത് പറയാറില്ല, സ്ത്രീയെ പുരുഷനിലേക്ക് ചേർത്ത് പറയാറുള്ളൂ. ഒന്നുകിൽ അറിയപ്പെടുന്നുണ്ട്, എന്നിട്ടും ചേർത്ത് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കണ്ടീഷനില് ഇപ്പോ ഹിലരി ക്ലിന്റൺ എന്ന് പറയുമ്പോ ആർക്കാ കൂടുതൽ ചാൻസ്? ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാ പോണ്ടത്. നേരത്തെ അവർ പ്രസിഡന്റ് ആയിരുന്നുള്ളത് ശരിയാണ്. അതുപോലെ പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ പത്മജക്കും ഒരു വലിയ സ്ഥാനമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് വേണുഗോപാലിനെ താഴെയിരുത്താൻ കഴിയില്ല. ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ചില ആളുകൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അറിയപ്പെടുന്ന ഭാര്യയുടെ പേരിലായിരിക്കാം, ഇന്നവളുടെ ഭർത്താവാണ്. പക്ഷെ പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അതുകൊണ്ടൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്, അവരെത്ര യോഗ്യരാണെങ്കിലും, എത്ര അർഹതയുള്ളവരാണെങ്കിലും, എത്ര മികച്ചു നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്, എത്ര പരിഷ്കൃത സമൂഹമാണെങ്കിലും ഈ ഒരു സ്ഥാനത്തെ അവർ അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതേ അല്ല പറഞ്ഞിട്ടുള്ളൂ. പ്രകൃതിപരമായി തന്നെ പുരുഷന് ഒരു ശ്രേഷ്ഠതയുണ്ട്. അത് അവൻ നിലനിർത്തി പോകേണ്ടത് അവൾക്ക് വേണ്ടി കൂടി അധ്വാനിച്ച് ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ്. പക്ഷേ പരസ്പരമുള്ള ബന്ധങ്ങളിൽ, ബാധ്യതകളിൽ അവർ തുല്യ അവകാശികളാണ്, തുല്യ കടമകൾ ഉള്ളവരുമാണ്. അവകാശമില്ല. ഏതു സംഗതിക്കും, ഏതൊരു പ്രസ്ഥാനത്തിനും, ഏതൊരു സംവിധാനത്തിനും എന്ത് വേണം? ഒരു അധികാരി വേണം, ഒരു നിയന്ത്രണാധികാരി വേണം, അല്ലെ? ഒരു നേതാവ് വേണം. അത് കുടുംബത്തിൽ പുരുഷന് കൊടുത്തു എന്ന് മാത്രം. പക്ഷേ അവിടെ തന്നെ റസൂൽ പറഞ്ഞാൽ എന്താ? ആ കുടുംബത്തെ സന്തോഷകരമായി കൊണ്ടുപോകേണ്ട ബാധ്യത പെണ്ണിനാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഭാഗമാണ്. ഇനി വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. വളരെ യുക്തിപൂർവമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ആയത്തിലൂടെയും സംസാരിച്ചത്. മനുഷ്യ ജീവിതത്തിന്റെ ശരിയായ യുക്തി ഒരുപക്ഷെ മനുഷ്യനേക്കാൾ അറിയുന്നവനാണല്ലോ അല്ലാഹു. അങ്ങനെയാണ് ശരി. ആ അള്ളാഹുവാണ് വളരെ യുക്തിപൂർവം ഈ വിധികളൊക്കെ പറഞ്ഞത്. പരിശോധിച്ച് നോക്കി, സ്ത്രീകൾ ഇത്ര കാലം കാത്തിരിക്കണം. ആ സമയത്ത് അവർ ഗർഭിണികളാണെങ്കിലും മറച്ചു പിടിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ തിരിച്ചെടുക്കുവാനുള്ള അർഹത ഏറ്റവും കൂടുതൽ ഭർത്താവിന് തന്നെയാണ്. അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അള്ളാഹു പറഞ്ഞത്. കൂടെ രണ്ടുപേരുടെയും ശാരീരികമായിരിക്കുന്ന ശ്രേഷ്ഠതകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കൂടെ എന്ത് പറഞ്ഞു? അവർക്കിടയിലുള്ള ബന്ധങ്ങളും ബാധ്യതകളും തുല്യമാണ്. അവിടെയൊക്കെ വളരെ കൃത്യമായ യുക്തിബോധമാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് അവൻ അസീസാണ്, ഹക്കീമാണ്. ഒരു സംശയത്തിനും വകുപ്പില്ലാത്ത വിധം അത് ഖുർആൻ സംസാരിക്കുന്നു. എന്താ പറഞ്ഞോ? ഫോണിലാണല്ലേ? ഓക്കെ, അടുത്ത ആയത്തിലേക്ക് പോവാം. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتم
شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം 2 പ്രാവശ്യം മാത്രമാകുന്നു. പിന്നെ ഒന്നുകിൽ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് അഥവാ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അവർ ഇരുവർക്കും അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ. അങ്ങനെ ആ ദമ്പതിമാർക്ക് അള്ളാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം വിവാഹമോചനം നേടുന്നതിൽ അവർ ഇരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിന്റെ നിയമപരിധികളത്രേ അവ. അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത്. അള്ളാഹുവിന്റെ നിയമപരിധികൾ ആർ ലംഘിക്കുന്നുവോ അവർ തന്നെയാകുന്നു അക്രമികൾ. കുറച്ചധികം കാര്യങ്ങൾ ഈ ആയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, അത്വലാഖു മർറത്താനി. ത്വലാഖ് 2 പ്രാവശ്യമാകുന്നു. 2 പ്രാവശ്യം. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 2 വട്ടമല്ല, 2 ഘട്ടം. 2 ഘട്ടങ്ങളിലാണ് വിവാഹമോചനം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇസ്ലാമിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ഒരു വിവാഹമോചനം നടന്നു, ഇദ്ദയും കഴിഞ്ഞു, എന്നിട്ടും തിരിച്ചെടുക്കാതെ പിരിച്ചയച്ചു, പിന്നെ വീണ്ടും നിക്കാഹിലൂടെ തിരിച്ചെടുത്തു. അങ്ങനെ തിരിച്ചെടുത്ത് വീണ്ടും ജീവിച്ചു, വീണ്ടും പ്രശ്നങ്ങളായി. ഈ ഘട്ടങ്ങളൊക്കെ പാലിച്ച് വീണ്ടും വിവാഹമോചനം നടത്തി. മനസ്സിലായല്ലോ? അതും ആ 2 ഘട്ടങ്ങൾ. അത് കഴിഞ്ഞാലും എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന വിവാഹമോചനം 2 ഘട്ടങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ 2 ഘട്ടങ്ങളിൽ മാത്രമേ തിരിച്ചെടുക്കാൻ കഴിയുന്ന വിവാഹമോചനമുള്ളൂ. 2 ഘട്ടം എന്ന് പറയുമ്പോൾ എത്ര കാലം വരും? ഏറ്റവും മിനിമം ഒരു 6 മാസത്തിലധികമെങ്കിലും വരും ഇവ രണ്ടിനും ഇടയിൽ. കാരണം ഒരു മോചനം നടത്തി ഇദ്ദേഹയുടെ കാലം വരെ കാത്തുന്നു, അല്ലേ? ഒരു 3 മാസമെങ്കിലും മിനിമം. ഇന്നലെ തിരിച്ചെടുത്ത് പിറ്റേന്ന് തൊലാക്കൽ ചെയ്തു, എന്നാലും പിന്നെ ഒരു 3 മാസം ബാക്കിയുണ്ട്. അപ്പോ ഒരു 6 മാസമെങ്കിലും കഴിയാതെ രണ്ടാമത്തെ തലാഖിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. ഇല്ല. ഇദ്ദാ കാലഘട്ടത്തിൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ നിക്കാഹിന്റെ ആവശ്യമില്ല. പക്ഷെ 3ാമത്തെ ഘട്ടത്തിൽ ഇദ്ദയുടെ കാലത്തും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 3ാമതൊരു തൊലാഖ് നടന്നാൽ സ്ത്രീക്ക് ഇദ്ദ ഇരിക്കാൻ ഭർത്താവിന്റെ വീട് തന്നെ വേണമെന്നല്ലോ, ഒക്കോളെ വരെ പോവാം. ഇദ്ദ ഇരിക്കണമെന്നുള്ളൂ, ഇദ്ദ ആദരിക്കണമെന്നല്ലോ, മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നതിന് തടസ്സമാണത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി അവിടെ കൂടുന്നില്ല. ഇദ്ദയുടെ കാലത്ത് ചെലവിന് കൊടുക്കാൻ തന്നെ മര്യാദയാണ്. അതൊരു മര്യാദ നിലക്ക് മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ഇനി അവർക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. കേട്ടില്ല? 2 തീർച്ചയായിട്ടും. 2 ഇദ്ദാ കാലത്ത് തിരിച്ചെടുത്താലും ഇദ്ദ കഴിഞ്ഞ് തിരിച്ചെടുത്താലും അതൊരു ഘട്ടമായി തന്നെ പരിഗണിക്കും. തലാഖായിട്ട് പരിഗണിക്കും, തൊലാക്കായി പരിഗണിക്കും. അതായത് ഇദ്ദാ കാലത്ത് തിരിച്ചെടുത്താലും ഒരു തൊലാഖ് തന്നെയാണ്, ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പൊ തൊലാഖ് ചൊല്ലുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. തൊലാഖ് ചൊല്ലുന്നതോടുകൂടി 1ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ആ പ്രവേശിച്ചത് അവർക്ക് തിരിച്ചെടുക്കാൻ ഷോർട്ട് പീരീഡിൽ കുറച്ച് ലോങ് പീരീഡ് കൊടുത്തുന്നുള്ളൂ. അത് ഏത് പീരീഡ് തിരിച്ചെടുത്താലും, ഈ 3 മാസത്തിനകം തിരിച്ചെടുത്താലും 3 മാസം കഴിഞ്ഞ് തിരിച്ചെടുത്താലും ഒരു തൊലാഖിന്റെ ഘട്ടം അവസാനിച്ചു. അപ്പോ
ഗൗരവത്തിലാലോചിക്കുന്നതാണ്. രണ്ടാമത് ഒരു തലാഖും കൂടി അങ്ങനെ അനുവദിക്കുകയുള്ളൂ. ഇത് എന്തുകൊണ്ട്? ഇതിങ്ങനെ യഥേഷ്ടം നിർവഹിക്കേണ്ട സംഗതിയല്ല. പ്രത്യേകിച്ച് അറബികൾക്കിടയിൽ ഇഷ്ടാനുസരണം തലാഖ് നടക്കുമായിരുന്നാണ്. എത്ര പ്രാവശ്യം തലാഖ് കൊല്ലും, എത്ര പ്രാവശ്യം തിരിച്ചെടുക്കും. അത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ ചെറുതല്ല. കുടുംബജീവിതത്തിലെ അസ്വാസ്ഥ്യങ്ങൾ വേറെയും, കുട്ടികളുടെ അരക്ഷിതത്വ അതിലേറെ. അപ്പോ എന്തിനും ഒരു തീരുമാനം ഉണ്ടാവണം, ഒരു അന്തിമ തീരുമാനം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആൻ അത് അങ്ങനെ തന്നെ അവിടെ വരച്ചു വെച്ചത്. അത്തലാഖു മറത്താൻ എന്നിട്ട് പറയുന്നുണ്ടല്ലോ. ഈ രണ്ട് ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുമ്പോഴും ഇനിയും ആദ്യം ശ്രദ്ധപ്പെടുന്ന എന്നിട്ടും നല്ല നിലക്ക് നിങ്ങൾ അവരെ തിരിച്ചെടുക്കുക, അഥവാ ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്, കൂടെ നിർത്തുക. രണ്ട് ഘട്ടം കഴിഞ്ഞിട്ടും നിങ്ങൾ ഉടനെ തന്നെ പിരിച്ചയക്കണം എന്ന് ഖുർആൻ പറയുന്നില്ല, തിരിച്ചെടുക്കാനാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് പിരിച്ചയക്കാം. ബിഇഹ്സാൻ, നന്മ നിറഞ്ഞ രൂപത്തിൽ, നല്ല നിലക്ക്. അപ്പോ രണ്ട് തലാഖ് കഴിഞ്ഞു, ആ രണ്ടാമത്തെ ഘട്ടം അവസാനിക്കും, അഥവാ യുദ്ധം കഴിഞ്ഞു. ഇനിയും ഉടനെ തിരിച്ചയക്കൂ എന്ന് പറയാതെ തിരിച്ചെടുക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞല്ല. ഒരു നിലക്കും സാധ്യമാവുന്നില്ലെങ്കിൽ മാത്രമാണ് തിരിച്ചയക്കേണ്ടത്. ആ തിരിച്ചയക്കുന്നതും മാന്യമായി, മര്യാദ അനുസരിച്ച്, നല്ല നിലക്ക്. എന്നിട്ട് വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമുഹുന്ന ശൈഅൻ, വലാ യഹില്ലു ലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തഅഖുദു നിങ്ങൾ സ്വീകരിക്കുന്നത്, എടുക്കുന്നത്, മിമ്മാ ആതൈതുമുഹുന്ന അവർക്ക് നൽകിയതിൽ നിന്ന്, ശൈഅൻ ഒന്നും എടുക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ഈ ത്വലാഖിന്റെ ഭാഗമായി നിങ്ങൾ ഒന്നും എടുക്കാൻ പാടില്ല. ഇല്ലാ അൻ യഖാഫാ, അവർ രണ്ടുപേരും ഭയപ്പെടുന്നു എങ്കിലല്ലാതെ. അൻ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ ആ വിധി കൽപ്പനകൾ അല്ലെങ്കിൽ പരിധികളെ, അവന്റെ വിധി നിർണയങ്ങളെ ഭയപ്പെടുന്നു എങ്കിലല്ലാതെ. എന്താ ഉദ്ദേശം? അതിന്റെ അടുത്ത ഭാഗം വായിച്ചാൽ മനസ്സിലാവും. ഫൈൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നിലനിർത്തുവാൻ സാധ്യമല്ല എന്ന്. അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നിലനിർത്തുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമാ, അവരിരുവർക്കും കുറ്റമില്ല. ഫീമാ ഇഫ്തദത് ബിഹി, ഇഫ്തദ എന്ന് പറഞ്ഞാൽ സ്വയം മോചിതയാകാൻ വേണ്ടി നൽകുന്ന സമ്മാനമാണ്. ഫിദിയാന പദം, ഫിദിയ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് അവർക്ക് ലഭിച്ചിരിക്കുന്ന മഹറിൽ നിന്ന് ഒരംശമോ അല്ലെങ്കിൽ പൂർണ്ണമായോ തിരിച്ചു നൽകിക്കൊണ്ട് വിവാഹമോചനം ആവാം. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നതിന് ഭയപ്പെട പറഞ്ഞെന്താ? ഒരുമിച്ച് ജീവിക്കുമ്പോ പെണ്ണുങ്ങളെ പേരിൽ എഴുതി കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? പർപ്പസ്ഫുൾ ആണെങ്കിൽ ആ പർപ്പസ് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ 10 സെന്റ് ഭൂമി അപ്പുറത്തുണ്ട്, പക്ഷെ ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി വയലാണ്, അതും 10 സെന്റാ. അപ്പൊ സർക്കാർ എന്ത് ചെയ്യില്ല, പെർമിഷൻ തരില്ല. അപ്പൊ ചെറിയ കള്ളക്കളിക്കും എന്ത്, ആ മറ്റേ 10 സെന്റ് ഭാര്യന്റെ പേരിലാക്കും. അതിനെ പറഞ്ഞ പർപ്പസ്ഫുൾ ആണോ? അത് വേറെ. നമ്മൾ ഭാര്യയ്ക്ക് കൊടുത്തതാണോ, തൃപ്തിപ്പെട്ട് ഭാര്യയ്ക്ക് കൊടുത്തതാണോ, തിരിച്ചെടുക്കാൻ മാർഗമില്ല. അതാ പറഞ്ഞത്. അത് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അവളുടെ പേരിലും മക്കളുടെ പേരിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അത് വേറെ. അത് ശരിക്കും നമ്മൾ കൊടുത്തിട്ടില്ല. അത് ഇവിടുത്തെ നിയമത്തെ മറികടക്കാൻ വേണ്ടി ചെയ്തൊരു പണി മാത്രമാണ്. തരുമല്ലോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. കാരണം ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമപ്രകാരം നിർവഹിക്കുമ്പോൾ കിട്ടും, ഇസ്ലാമിക നിയമപ്രകാരം ആകുമ്പോഴൊക്കെ കിട്ടും. അല്ലെങ്കിലോ ഈ പറഞ്ഞ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കൊടുക്കാനും പോകുന്നില്ല. അത് വേറെ വശം. എന്നാൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഇതൊന്നല്ല. നമ്മുടെ ഒരു വാഹനം വാങ്ങി ഭാര്യ കൊടുത്തു, അത് അവൾക്കുള്ളതാണ്, അവൾക്ക് വേണ്ടി തന്നെ ഒരു വാഹനം വാങ്ങിക്കൊടുത്തു, അത് പിന്നെ തിരിച്ചു വാങ്ങാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു സ്ഥാപനം, ഒരു കച്ചവട സ്ഥാപനം ഇട്ട് കൊടുത്തു, അത് അവൾക്കുള്ളതാണ്. എനിക്ക് വേണ്ടി അവൾ നടത്തിക്കോട്ടെ എന്ന നിലക്കല്ല, അവൾക്ക് വേണ്ടി തന്നെ കൊടുത്താണ്, അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, മഹർ മാത്രമല്ലല്ലോ. എന്തായാലും എല്ലാവരും കൊടുക്കുന്ന മഹർ മാത്രമല്ലല്ലോ, അന്നത്തെ ഡ്രസ്സ് വരെ കൊടുത്തിട്ടില്ലേ? ഞാൻ അന്ന് പറഞ്ഞു
പുതുക്ക സമയത്ത് കൊടുത്ത ഡ്രസ്സ് വരെയുണ്ട്. ആ അവിടെ നിന്നുള്ള ഭക്ഷണം, പാർപ്പിടം, മരുന്ന്, പിന്നെ വിദ്യാഭ്യാസമാണെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മഹർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ വലിയ കൊടുത്തതൊക്കെ ഒരു 10 പവനൊക്കെ ഉണ്ടാവുള്ളൂ. 10 പവന്റെ വില നമുക്കറിയാം, 2-2.5 ലക്ഷം രൂപ ഇന്നത്തെ വില. പക്ഷേ 25 ലക്ഷത്തിലേറെ ഒരു പക്ഷേ ഇവർക്ക് വേണ്ടി പിന്നെ ചെലവാക്കി ഉണ്ടാവും. അതൊന്നും കണക്ക് പറയാനും ചോദിച്ചു വാങ്ങാനൊരു വകുപ്പില്ല. അന്ന് ഞാൻ അത്ര കൊടുത്തിരുന്നു, ഇന്ന് ഇത്ര കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വകുപ്പേ അല്ല. അതേസമയത്ത് ഇവർ തമ്മിൽ ഇസ്ലാമികമായ മര്യാദകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ പാലിച്ചുകൊണ്ട് ഒരു നിലക്കും ഒരുമിച്ച് പോകാൻ സാധ്യമല്ല എന്ന് ഭയപ്പെടുന്നു. പക്ഷേ ഭർത്താവിന് എന്നിട്ടും മൊഴി ചെല്ലാൻ താല്പര്യമില്ല. അപ്പൊ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? വിവാഹമോചനം ആവശ്യപ്പെടാം. ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? അവൾക്ക് ലഭിച്ചിരിക്കുന്ന മഹർ അയാളുടെ തൃപ്തി കൂടി പരിഗണിച്ചുകൊണ്ട് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ തിരിച്ചു നൽകണം. അത് മഹർ മാത്രമേ ഉള്ളൂ പൂർണ്ണമായി തിരിച്ചു നൽകാൻ ബാധ്യതപ്പെട്ടത്. അല്ലാത്തത് തിരിച്ചു കൊടുക്കാം, കിട്ടിയ സ്വീകരിക്കുകയും ചെയ്യാം, തിരിച്ചു ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ വിവാഹമോചനത്തിന് പറയുന്ന പേരാണ് ഹുൽ. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഹുൽ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് ആവാം. എന്നല്ലാതെ ഭർത്താവ് നേരിട്ട് വിവാഹമോചനം നടത്തുമ്പോൾ ഭാര്യയ്ക്ക് നൽകിയതിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. അതെന്നെ പറഞ്ഞു, വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅൻ. ഒന്നും കൊടുത്തതിൽ നിന്ന് ഒന്നും തിരിച്ചെടുക്കാൻ പാടില്ല. ആകെ ഒരു ചാൻസ് ഉള്ളത് അവളാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എങ്കിൽ ഈ പറഞ്ഞ പരിധികൾ മാനിച്ചുകൊണ്ടാട്ടോ. അപ്പോൾ റസൂലിന്റെ വന്ന കേസുകളിൽ നമുക്ക് ആ ഹദീസ് പറയുമ്പോൾ പറയാം. ഒരു സ്വഹാബി വനിത വന്ന് പറഞ്ഞു, റസൂലെ, എന്റെ ഭർത്താവ് ദീനിയായ സംസ്കാരം പാലിക്കുന്ന ആളല്ല, നമസ്കാരത്തിലൊക്കെ വീഴ്ച വരുന്ന ആളാണ്, സ്വഭാവത്തിലും പ്രശ്നങ്ങളുണ്ട്, മാത്രമല്ല അയാൾക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യ എന്ന നിലക്ക് സംതൃപ്തിയോടെ കഴിഞ്ഞുകൂടാൻ എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് വിവാഹമോചനം വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചത്. റസൂൽ ചോദിക്കുന്നേരോ, നിനക്ക് അവർ നല്ലൊരു തോട്ടം തന്നിരുന്നല്ലോ, അവർ തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? നല്ലൊരു തോട്ടം തന്നിരുന്നല്ലോ. അപ്പോ മഹർ എന്തായിരുന്നു? കഴുത്തിലിടുന്ന മുതലല്ല, മനസ്സിലായല്ലോ? അത് കൊടുത്ത് മഹർ കഴുത്തിലിടുന്ന മുതലല്ല, ഓതിക്കൊടുക്കണ മുതലുമല്ല, രണ്ടുമല്ല. പിന്നെന്താ? വളർത്താൻ കഴിയുന്ന തോട്ടമായിരുന്നു കൊടുത്തത്. ആ മഹർ തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറുണ്ടോ ചോദിച്ചു. ആ, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, എന്നാ മോചനം നടത്തി തരാം. അപ്പൊ അതാണ് പറഞ്ഞത്. അങ്ങനെ മഹർ തിരിച്ചു വാങ്ങാൻ ഒരു അവസരം ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമുണ്ട്. എന്നല്ലാത്ത ഒരു സാഹചര്യത്തിലും ഇപ്പറഞ്ഞ രൂപത്തിൽ ഭർത്താവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവളിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങാൻ അർഹതയില്ല. അത് എത്ര കൊടുത്താലും. ഇനി തിൽക ഹുദൂദുല്ലാഹ്, അതാണ് പ്രശ്നം. ഇത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്. ഫലാ തഅതദൂഹാ, ലംഘിച്ചു. ഫലാ തഅതദൂഹാ, നിങ്ങൾ അത് ലംഘിക്കരുത്. ഇത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, നിങ്ങൾ അത് ലംഘിക്കരുത്. ലംഘിച്ചാലോ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ഇനി ഒരാൾ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചാൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികൾ. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചെന്തായിരുന്നു? അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്തവരാണ്. തങ്ങളോട് അക്രമം ചെയ്തവർക്കുള്ള ആദ്യത്തെ ശിക്ഷ എന്താ? നമ്മൾ ആദം നബിയുടെ കാര്യം പറഞ്ഞതിനാണ്. ആദം നബിയുടെ പ്രാർത്ഥനയിലേ ഉണ്ട്, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു, എന്താ ശിക്ഷ കിട്ടിയത്? സ്വർഗ്ഗത്തിന് പുറത്തായി. അതേ ശിക്ഷ. പക്ഷെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗ്ഗത്തിന് പുറത്തായെങ്കിലും പിന്നീട് പ്രാർത്ഥിക്കുവാനും എന്നിട്ട് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാനും ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഇതുവഴി സ്വർഗത്തിന് പുറത്തായാൽ പിന്നെ പ്രാർത്ഥിക്കുവാനും വീണ്ടും ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഇല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ആലോചിക്കണം. നഷ്ടം സ്വർഗമായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഭാര്യ എന്ന് പറയുന്ന ഈ ഇണയുണ്ടല്ലോ, അതിനെ ഒരു നരകമായി കണ്ടിട്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എങ്കിൽ നഷ്ടം ശാശ്വതമായ സ്വർഗമാണ്. ആ സ്വർഗം നഷ്ടപ്പെടുത്താതെ ഇങ്ങനെ ഏർപ്പാടിലേക്ക് പോകാൻ കഴിയില്ല, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ. പക്ഷെ ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടോ, അള്ളാഹുവിന്റെ ഒരു വിധിവിലക്കും പാലിക്കാതെയാണെങ്കിലും ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖാവും. അതാണ് പ്രശ്നം.
തൊലാക്ക് ചൊല്ലിയ തൊലാക്കാവും, ഇയാൾ ശിക്ഷക്കർഹനാണെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പോ നമ്മൾ മറ്റൊരാളുടെ വസ്ത്രം അയാളുടെ അനുമതി ചോദിക്കാതെ വാങ്ങി എടുത്തു കൊടുത്തിട്ട് നിസ്കരിച്ചാലോ? നിസ്കാരം ശരിയാവും, നമസ്കാരം ശരിയാവും. പക്ഷേ ഈ വസ്ത്രം എടുത്ത കാര്യത്തിൽ അയാൾ കുറ്റവാളിയാണ്, പിന്നെ മറ്റൊരാൾ പുറത്തു കൊടുക്കണം. എന്ന പോലെ ത്വലാക്ക് അംഗീകരിക്കപ്പെടും, ത്വലാക്കാവും. പക്ഷെ എന്താവില്ല, അയാൾ ശിക്ഷക്കർഹനാവും, കുറ്റവാളിയാവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇത് ലംഘിച്ചുകൊണ്ടും ഈ സംഗതി നിർവഹിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ലംഘിച്ചാൽ അവർ അതിക്രമികളാകുന്നു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് പാലിക്കപ്പെടുകയില്ല, അത് നടപ്പാവുകയില്ല എന്നാണ് പറയേണ്ടത്. അത് പറയാതിരുന്നതുകൊണ്ടാണ്. നടപ്പാവും, പക്ഷെ പാലിച്ചില്ലെങ്കിൽ ശിക്ഷക്കർഹനാവും. ഒന്ന് വായിച്ചു നോക്കാം. അത്വലാഖു മർറതാനി, ത്വലാഖ് 2 ഘട്ടങ്ങൾ. ഫഇംസാഖുൻ ബിമഅറൂഫ് ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. എന്നിട്ടും ആലോചിക്കേണ്ടത് നല്ല നിലക്ക് തിരിച്ചെടുക്കാനാണ്. ഒരു നിലക്കും സാധ്യമാകുന്നില്ലെങ്കിൽ നല്ല നിലക്ക് തിരിച്ചേക്കാം. വലാ യഹില്ലു ലക്കും അൻ തഅഖുദു മിമ്മാ ആതൈതുമുഹുന്ന ശൈഅൻ. അവർക്ക് നൽകിയതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. ഇല്ലാ അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്. അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ പാലിച്ചു പോവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിലൊഴികെ. അങ്ങനെയാണെങ്കിലോ ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അല്ലാഹുവിൻ നിർദ്ദേശിക്കുന്ന അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെടുന്നു എങ്കിൽ ഫലാ ജുനാഹ അലൈഹിമ ഫീമാ ഇഫ്തദത് ബിഹി. അവൾ സ്വന്തമായി തിരിച്ചു വല്ലതും നൽകിക്കൊണ്ട് വിവാഹമോചനം നേടാവുന്നതാണ്, അത് കുറ്റല്ല. തിൽക ഹുദൂദുല്ലാഹ് ഫലാ തഅതദൂഹാ. ഇതൊക്കെ അല്ലാഹുവിന്റെ പരിധികളാണ്, അതിർവരമ്പുകളാണ്, ലംഘിക്കരുത്. ആണിനും പെണ്ണിനും ബാധകമാണ്. ആണ് സ്വമേധയാ ത്വലാഖിനൊരുങ്ങുമ്പോഴും പെണ്ണ് സ്വമേധയാ ത്വലാഖ് ചോദിച്ചു വാങ്ങുമ്പോഴും 2 ഭാഗത്തും എന്ത് വേണം? അതൊക്കെ ഉണ്ട് സമൂഹത്തില്. കല്യാണം അങ്ങനെ കഴിച്ചുപോയി, പിന്നെയാണ് മനസ്സിലായത് ഓ വലിയ തറവാട്ടുകാരനൊന്നുമല്ല, അത്ര വല്ല ശേഷി സൗകര്യമൊന്നുമില്ല, ഈ പറഞ്ഞു കേട്ട ഭൂമിയിലൊന്നുമില്ല, അതുകൊണ്ട് നല്ല ഇനി നമ്മളെ മകളെ രക്ഷപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ച് അതിന് ആൾക്കാരെ ഇറക്കിയിട്ട് എന്ത് ചെയ്യും? ത്വലാഖ് ചോദിച്ചു വാങ്ങാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ മഹറൊക്കെ തിരിച്ചു കൊടുത്തിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ് ലംഘിക്കുന്നത്. അപ്പൊ ചോദിച്ചു വാങ്ങുകയാണെങ്കിലും ചോദിക്കാതെ തന്നെ കൊടുക്കുകയാണെങ്കിലും എന്ത് വേണം? ഇവിടെയൊക്കെ അള്ള കാണുന്നുണ്ടല്ലോ, അള്ള കേൾക്കുന്നുണ്ടല്ലോ, ഇതെന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുവോ എന്നാണ് ആണും പെണ്ണും ഒരുപോലെ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ അക്രമികളായി മാറും, അഥവാ നരകത്തിന് അവർ യോഗ്യരായി മാറും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വീണ്ടും പറയട്ടെ, നമസ്കാരത്തെക്കുറിച്ച് പറയാത്ത കാര്യങ്ങളാണ് ത്വലാഖിനെ കുറിച്ച് അള്ള പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു സംശയമില്ല. ഇതുകൊണ്ട് ഇതിന് ഒരു ഹദീസിന്റെ പോലും പിൻബലമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും വിശദമായിട്ട്, വീണ്ടും ആവർത്തിക്കുന്നത്, ഫർളും ഷർത്തും സുന്നത്തും അബ്വാലും ഹയാത്തും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും വിട്ടിട്ടില്ല ഇത്ര വ്യക്തമായിട്ട്. എന്നിട്ടും പിന്നെയും നമ്മൾ അജ്ഞത കാണിക്കുന്നുവെങ്കിൽ അതിന് വേറെയാണ് പേര്. അടുത്ത ആയത്തിലേക്ക് പോവാം. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. ഇനിയും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അവന് അനുവദനീയമാവില്ല. അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നതുവരേക്കും. എന്നിട്ട് ആ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ അവരിരുവർക്കും കുറ്റമില്ല. അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാമെന്ന് അവരിരുവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ. നിയമപരിധികളത്രേ അവ. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തരുന്നു. ഇനി അവളെ വിവാഹമോചനം നടത്തിയാൽ 2 ഘട്ടവും കഴിഞ്ഞ് തിരിച്ചെടുത്തു. 3ാമത്തെ ഘട്ടത്തിൽ വിവാഹമോചനം നടത്തിയാൽ ഫലാ തഹില്ലു ലഹു, പിന്നീട് അവൾ അവന് അനുവദനീയമല്ല.
ഇവിടെ ഇദ്ദയെ കുറിച്ച് പറയുന്നതാണ്. കഴിഞ്ഞ ആക്രമണം പഠിച്ചെന്താ? ഇദ്ദയുടെ കാലത്ത് അവളെ തിരിച്ചെടുക്കുവാൻ ഏറ്റവും അർഹൻ അവളുടെ ഭർത്താവാണ്. ഇദ്ദയുടെ കാലത്ത് തിരിച്ചെടുക്കാൻ ഇദ്ദയുടെ കാലത്ത് തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹൻ ഭർത്താവാണ്. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിലെ ത്വലാഖ് നടന്നാൽ ഇദ്ദയുടെ കാലത്തും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി അവർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അതാ പറഞ്ഞത് ഫലാ തഹില്ലു ലഹു മിൻ ബഅദു. അതിനുശേഷം ഇവൾ അവന് അനുവദനീയമല്ല. ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു. ഹത്താ തൻകിഹ, അവൾ വിവാഹം കഴിക്കുന്നത് വരെ സൗജൻ മറ്റൊരു ഭർത്താവിനെ, ഗൈറഹു ഇവനല്ലാത്ത മറ്റൊരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നത് വരെ ഇനി ഇയാൾക്ക് അവളെ സ്വീകരിക്കാൻ അനുവദനീയമല്ല, സ്വീകാര്യമല്ല. മറ്റൊരാൾ വിവാഹം കഴിക്കണം. പക്ഷെ വിവാഹം കഴിച്ചതിന് വിട്ടു നിൽക്കാൻ പറ്റുമോ? അത് പറ്റൂല. ബാക്കി പറയുന്നു ഫഇൻ ത്വല്ലഖഹ. ഇനി ആ ഭർത്താവ് ഇവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ വിവാഹമോചനം നടത്തിക്കുകയാണെങ്കിലല്ല, വിവാഹമോചനം നടത്തുകയാണെങ്കിൽ. വ്യക്തമുണ്ടല്ലോ അല്ലേ? ഇനി ഇവർ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈഹിമ, അപ്പോൾ അവർ രണ്ടുപേർക്കും എന്തില്ല? കുറ്റമില്ല. പൂർവബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ, വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ രണ്ടുപേർക്കും കുറ്റമില്ല. എപ്പോ മറ്റൊരു ഭർത്താവ് വിവാഹം ചെയ്തു, അയാൾ ഇസ്ലാമികമായിരിക്കുന്ന മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ ത്വലാഖ് ചൊല്ലി, ഇദ്ദയുടെ കാലത്ത് തിരിച്ചെടുത്തതുമില്ല, യുദ്ധയും കഴിഞ്ഞു, ഇവർ പിരിച്ചയച്ചു എങ്കിൽ ആദ്യ ഭർത്താവുമായുള്ള വിവാഹം വീണ്ടും ആവാം. അപ്പൊ എന്താ സംഭവം? എന്താ വ്യക്തത? ഇല്ല. ഈ ത്വലാഖ് എന്ന പരിപാടി യഥേഷ്ടം നടക്കാതിരിക്കാൻ അള്ള വെച്ച ഉപാധിയാണത്. ഒരു ഘട്ടം ഓക്കെ, ഒരുപാട് പരിഗണിച്ചിട്ടാണെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെക്കുന്ന മുമ്പ് നല്ലോണം ആലോചിക്കണം. ആ കാല് വെച്ചാൽ പിന്നെ തിരിച്ചിറക്കാൻ പറ്റൂല. അതാ പറഞ്ഞത്. ഈ രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ എന്തിനാ? വേറെ വിവാഹം വീണ്ടും ഇവർ തമ്മിൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് പറയാനല്ല, ആ വിവാഹത്തെ അവർ ജീവിച്ചോട്ടെ എന്ന് പറയാനാണ്. ഇനി നിങ്ങളെ തമ്മിൽ രോഗം വേണ്ട, അവരും പോട്ടെ. അങ്ങനെ തന്നെ അത് അവർക്ക് വിട്ടുകൊടുത്താണ്. എന്നിട്ട് അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ഒരുമിച്ച് ജീവിക്കുന്നു. അവർക്കിടയിലും സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഉണ്ടാവാനോ, ത്വലാഖിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ വരാലോ. അങ്ങനെ വന്നാൽ ഒരവസരം കൂടി ആദ്യ ഭർത്താവിന് ആദ്യ ഭാര്യയ്ക്ക് നൽകിയെന്ന് മാത്രം. ഇവിടെ ഇസ്ലാമിക വിരുദ്ധത ഒന്നുമില്ല. ഒരു ത്വലാഖ് ചൊല്ലി യുദ്ധം കഴിഞ്ഞാൽ എടുക്കാം, അത്രമുണ്ടല്ലോ. ഫൈൻ ത്വല്ലഖഹ ഫലാ ജുനാഹ അലൈഹിമ അയത്തറാജ. തിരിച്ചെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി പറഞ്ഞൊരു കാര്യം, അതിന്റെ അടുത്ത ബാക്കി ഇല്ലന്നാ, അവർ രണ്ടുപേരും വിചാരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നിലനിർത്താൻ. മനസ്സിലാക്കി എന്താ പോകുന്നത്? അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നിലനിർത്തുവാൻ വേണ്ടി രണ്ടുപേരും വിചാരിക്കുന്നു എങ്കിൽ അവരിരുവർക്കും പഴയ ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരുന്നത് കുറ്റകരമല്ല എന്ന് പറഞ്ഞത്. കുറ്റകരമല്ല, പ്രോത്സാഹിപ്പിച്ചതൊന്നുമില്ല, കുറ്റകരമല്ല. എന്താണ് അവിടെ പറഞ്ഞത്? നമ്മള് ഇപ്പോ ഇവിടെ രണ്ടാമതൊരാൾ വിവാഹം കഴിച്ചു, അയാൾ മൊഴി ചൊല്ലി, എന്നിട്ട് തിരിച്ചെടുക്കുമ്പോ ആണിനോ പെണ്ണിനോ മനസ്സിലാക്കേണ്ടാവേണ്ട വിചാരം എന്താ? ഇനിയെങ്കിലും അള്ള പറഞ്ഞ പോലെ ജീവിക്കണം എന്നാണ്. അള്ള പറഞ്ഞ പോലെയുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് മാന്യമായി നല്ലൊരു ഭർത്താവായി നല്ലൊരു ഭാര്യയായി ജീവിക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം തിരിച്ചെടുക്കേണ്ടത്, തിരിച്ചു ജീവിക്കേണ്ടത്. അല്ല, വരട്ടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം എന്ന നിലക്കാണ് വരുന്ന പറഞ്ഞ്. മറ്റൊരാൾ വിവാഹം കഴിച്ചിട്ട് ഒഴിവാക്കിയ ശേഷം വീണ്ടും തിരിച്ചു നോക്കുമ്പോൾ പെണ്ണിന്റെയോ ആണിന്റെയോ മനസ്സിൽ ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് ഇവളുടെ മനസ്സിലോ അവളെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് അവന്റെ മനസ്സിലോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല.
പിന്നെ എന്താ തിരിച്ചെടുക്കുന്നത്? അല്ല പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പഠിച്ചല്ലോ, ഒരുപാട് പാഠങ്ങൾ പഠിച്ചല്ലോ. ഇനിയെങ്കിലും പടച്ചറബ് പറഞ്ഞതുപോലെ ആ അതിർവരവുകളൊക്കെ പാലിച്ചു മര്യാദക്ക് ജീവിച്ചു കൊള്ളാം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളല്ല പറയുന്നു തിൽക ഹുദൂദുല്ലാ വതിൽക ഹുദൂദുല്ലാ, അതൊക്കെ അള്ളാന്റെ അതിർവരവുകളാണ്. യുബയ്യിനുഹ, അവൻ അത് വിശദീകരിച്ചു തരുന്നു. ആണ് വേറെ മനസ്സിലായില്ല? ആ അങ്ങനെ ആണിന് ഈ പെണ്ണ് നിലവിലിരിക്കെ തന്നെ ഇസ്ലാമിന്റെ ഒരുപാട് മര്യാദകൾ പാലിച്ചുകൊണ്ടാണെങ്കിലും രണ്ടാമത്തെ വിവാഹത്തിന് ചാൻസ് ഉണ്ടല്ലോ. ഒരു അവസാനത്തെ അവസരം നമ്മൾ ബഹുഭാരത്തം പിടിച്ചാണ്, ഒരവസാനത്തെ അവസരം കൊടുത്തിട്ടുണ്ടല്ലോ ലാസ്റ്റ്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേറെ വിവാഹം കഴിച്ച് കാത്തിരിക്കേണ്ട കാര്യം വരുന്നില്ല. അതൊരു വിഷയമല്ല, അല്ലാത്തന്നെ കഴിയും. മാത്രമല്ല അല്ല അങ്ങനെ കാര്യം പറഞ്ഞാലോ അത് എളുപ്പവും, ബഹുഭാരത്ത് എളുപ്പത്തിൽ നടക്കും. എന്തിന്? തലക്കാലം ഓളമൊഴിയല്ല, ഓളമൊഴിയല്ല ഇനി രണ്ടാമത് കെട്ടാലോ സുഖമായിട്ട്. എന്നിട്ടോ 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വെക്കുകയും ചെയ്യാം, എളുപ്പമായി. അങ്ങനെയുള്ള എളുപ്പപ്പണിയൊന്നും അള്ള കൊടുക്കൂല. അതുകൊണ്ടാണ് ഇവിടെ പെണ്ണിന്റെ കാര്യം മാത്രം പറഞ്ഞത്. പെണ്ണിന്റെ കാര്യത്തിൽ അവളെ ഞാനൊക്കെ പുരുഷന്മാരാണല്ലോ, നമ്മളൊന്ന് അറിയിച്ചു നോക്കാം. നമ്മുടെ ഭാര്യയെ മൊഴി ചൊല്ലിയിട്ടാണെങ്കിൽ പോലും മറ്റൊരാൾ വിവാഹം കഴിക്കുന്നു എന്ന് അറിയുമ്പോ കുറച്ചൊരു പ്രശ്നം ഉണ്ടാവില്ലേ? ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും, മനസ്സാക്ഷിയുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലവർക്ക് എന്ത് ചെയ്യുന്നത്, ദേഷ്യം പിടിച്ച് മൊഴി ചൊല്ലി ഇനി ഒരു കാലത്തും ഒരുമിച്ച് നമ്മളെ കണ്ടുമുട്ടുകയില്ല എന്ന് തീരുമാനിച്ചാൽ പോലും അവർക്ക് എവിടുന്നോ ഒരു വിവാഹാലോചന വരുന്നതിന്റെ മുറക്കാൻ നടക്കും. അത് ദേഷ്യം കൊണ്ട് മാത്രമല്ല, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ വിചാരിക്കേണ്ടത്, ഇത്ര ഇടങ്ങാറാക്കുന്ന ഒരു പെണ്ണാണ്, വേറെ ഒത്തിരി കൂടി ഇടങ്ങാറാവട്ടെ എന്നല്ലേ വരുന്നുണ്ട്. അല്ല, പിന്നെന്താ? അതാണ് മനസ്സ്. തന്റെ ഭാര്യയായിരുന്നവൾ ഇനി ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യയായി മാറരുത് എന്നത് ഒരു സ്വാർത്ഥതയെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്വാർത്ഥത പുരുഷ സഹജമായിരിക്കുന്ന വികാരമാണ്. ആ വികാരത്തിന് മുകൾ അള്ള കയ്യച്ച് ഇനി നിങ്ങൾക്ക് അവളെ സ്വീകരിക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ വിവാഹം കഴിക്കട്ടെ. റസൂൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വാക്യത്തിൽ അതിന്റെ ഒരു അനുബന്ധവും കൂടി ഉണ്ട്. മറ്റൊരു വിവാഹം നടന്നാൽ ആ ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്തിയിട്ടേ മറ്റൊരു മോചനത്തെക്കുറിച്ച് ആലോചിക്കാവുള്ളൂ. അതുകൂടി ഉണ്ടാവണമെന്നാ. അത് ശരിക്ക് ബന വെച്ചത് തന്നെയാണ്, മനസ്സിലായില്ലേ? അവനെ ശരിക്ക് ഇടിച്ചതാണത്. അപ്പോ എന്തായിരുന്നാലും ഒരു അരമണിക്കൂർ നേരത്തേക്കോ ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു നിക്കാഹ് നടത്താൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കാം. ഇസ്ലാം പറഞ്ഞിരിക്കുന്ന വിവാഹമോചനത്തിന്റെ ഘട്ടങ്ങൾ അത് 3 വട്ടമല്ലല്ലോ, 3 ഘട്ടം തന്നെയല്ലേ? അല്ലേ? 3 ഘട്ടങ്ങളിലായി ചിലപ്പോൾ വർഷങ്ങളെടുത്ത് നടന്നേക്കാവുന്ന സംഗതിയെ നമ്മൾ എന്ത് ചെയ്തു? 3 വട്ടമാക്കി ചുരുക്കി. ഒറ്റ ഇരിപ്പിൽ 3 തൊലാഖും ചൊല്ലിയിരിക്കുന്നു. അതൊരു പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് അടച്ചു കൊടുത്താൽ മതി. അതൊക്കെ തൊലാഖാവും, ഒന്നേ ആവുള്ളൂ മാത്രം. തൊലാഖ് പോസ്റ്റ് കാർഡിൽ ഉപയോഗിച്ചാലും ചൊല്ലി പറഞ്ഞാലും ഒക്കെ തൊലാഖാവും. ഞാൻ പറഞ്ഞല്ലോ, തമാശക്ക് പോലും ഉപയോഗിക്കാൻ പറ്റിയ പദമല്ലത്. അപ്പോ ഈ ഒറ്റ ഇരിപ്പിൽ 3 ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്താ? കുറച്ച് കഴിഞ്ഞാണ് ആലോചിക്കുക, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, തിരിച്ചെടുക്കേണ്ടിയിരുന്നു. പിന്നെ മൊയിലന്മാരെ പിന്നാലെ നടക്കുകയാണ്. എന്താ, എങ്ങനെ എടുക്കുക, എങ്ങനെ പത്തുക? അപ്പൊ അവരാണെങ്കിൽ ഇമ്മാര് ചാൻസ് കിട്ടാൻ നിൽക്കുകയാണ്. ഓ എളുപ്പമുണ്ട്, വളരെ എളുപ്പമുണ്ട്. എന്താ എളുപ്പം? ഇന്ന് രാത്രി ഞാനൊരാളെ പറഞ്ഞയച്ചില്ല, അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, എന്നിട്ട് നേരം വിളിക്കുമ്പോൾ മൊഴി എഴുതിയിരിക്കും. അതാണ് ചടങ്ങ് നിൽക്കുക എന്നുള്ളത്. ഈ ചടങ്ങ് നിൽക്കൽ പരിപാടിയെ പ്രവാചക തിരുമേനി പറഞ്ഞെന്താരോ, ചടങ്ങ് നിൽക്കുന്നവനെയും ചടങ്ങ് നിർത്തുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു ഉണ്ട്. നമ്മളുടെ പ്രവാചകർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ യഥേഷ്ടം വിവാഹമോചനവും ഇത് അനുബന്ധമായിരിക്കുന്ന വിധി വന്നപ്പോ അതിനെ മറികടക്കുവാനുള്ള ഇങ്ങനെയുള്ള ചടങ്ങ് വിവാഹങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ത് അതിനെ ശപിച്ചത്. ഇനി ഒരു കാര്യം കൂടി, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്.
ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ നിയമം തന്നെയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ആദ്യത്തിൽ ഇങ്ങനെ തന്നെ നിയമം. 3 ഘട്ടങ്ങളായിട്ട് വിവാഹമോചനം നടക്കാവൂ. അങ്ങനെ വിവാഹമോചനം നടന്നാലും രണ്ടാമത് വീണ്ടും നടക്കണമെങ്കിൽ എന്ത് വേണം? ചടങ്ങ് പാടില്ല, മര്യാദയ്ക്ക് വിവാഹം നടക്കണം എന്നാണ്. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അവസാന കാലത്ത് അദ്ദേഹം ചെയ്തു, 3 വട്ടം ഒരുമിച്ച് ചൊല്ലിയാൽ അത് 3 മോചനമായി പരിഗണിച്ചു കൊടുത്തു. 3 വട്ടമായി ചൊല്ലിയാൽ അത് 3 ഘട്ടം തന്നെയാണ്, 3 ത്വലാഖായി മാറും എന്ന് അദ്ദേഹം വിധി നൽകി. ആ വിധി പകർപ്പെടുത്തിട്ടാണ് മദ്ഹബിന്റെ കിതാബുകളിൽ ഇന്നുവരെയുള്ള ഒരുപക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം തങ്ങളുടെ കിതാബുകളിൽ ഈ ഒറ്റയിരിപ്പിനുള്ള 3 തലാഖും 3 ആവും എന്ന് പറഞ്ഞത്. പറയാം. പക്ഷെ ഉമർ ഖത്താബ് അതിന്റെ ബാക്കി പറഞ്ഞിട്ടുണ്ട്. എന്താ ബാക്കി? ഈ പൊടുന്നനെ ഒരാവേശത്തിന്റെ പേരിൽ, ഒരു വികാരത്തിന്റെ പേരിൽ, ഒരു ദേശത്തിന്റെ പേരിൽ ഇങ്ങനെ ത്വലാഖ് ചൊല്ലുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാവട്ടെ എന്ന്. അതോ ഉമർ ഖത്താബ് പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് 3 തലാഖും ഒറ്റയിരിപ്പ് ചൊല്ലിയാൽ 3 പരിഗണിക്കും. അഥവാ ഇനി നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരാൾ വിവാഹം കഴിച്ച് അയാൾ ഒഴിവാക്കുന്നവരെ കാത്തിരിക്കണം. ഇത് ഭരണപരമായി പോലും അദ്ദേഹം നിർവഹിച്ചിരിക്കുന്ന ദൗത്യമാണത്. സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിവാഹമോചനങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ, അത് വർദ്ധിച്ചു വന്നപ്പോൾ തടയിടാൻ. അതാ പറഞ്ഞത്, കണ്ടമാനം വിവാഹമോചനത്തിന് വേണ്ടി മുതിരുന്ന ആളുകൾ, ആവേശം കാണിക്കുന്ന ആളുകൾ, അവർക്ക് പാഠമാവട്ടെ എന്ന അതിന്റെ ബാക്കി റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ കാണാതെ പോയത് എന്ന് അറിയില്ല. ഇത് വെച്ച് മാത്രം എന്തുകൊണ്ടാണ് വിധി കൊടുത്തു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാം, ഇനി ഇങ്ങനെയൊക്കെ ഒറ്റ ഇരിപ്പിൽ 3 തലാഖും ചൊല്ലിയാൽ 3 ആവും എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ. ആ ഉമർ ഖത്താബും ചടങ്ങ് വിവാഹത്തെ അംഗീകരിച്ചിട്ടില്ല. ഒരു രാത്രിക്കോ ഒരു പകലിനോ ഏതാനും മണിക്കൂറുകൾക്കോ വേണ്ടിയുള്ള വിവാഹത്തെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അതെങ്ങനെ വന്നത്? നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ രാത്രിക്ക് നടക്കുന്ന വിവാഹങ്ങൾ. ഇപ്പഴാ കുറഞ്ഞു വന്നത് ആളുകൾക്ക് ബോധമുള്ളത് കൊണ്ട്. മാത്രമല്ല, ഇപ്പോ വിവാഹമോചനം നടത്തുന്ന ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയെ വീണ്ടും തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഇടക്കൊരാൾ നിർത്തുന്ന പരിപാടിയില്ല, അതിനവർ തയ്യാറല്ല. അപ്പോ അനുകൂലമായ ഫത്വ കിട്ടാനുള്ള മാർഗം എന്താ പിന്നെ നോക്കുന്നത്? പൈസ കൊടുത്താൽ ഏത് ചന്തയിൽ നിന്ന് കിട്ടുമ്പോ ഫത്വ, അതപ്പോഴത്തെ അവസ്ഥ. ഞാൻ അന്നൊക്കെ പറഞ്ഞത് അല്ലേ, ഈ പിരി കൂട്ടുന്ന പരിപാടി. അതുകൊണ്ട് അതിനാ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? മാത്രമല്ല, ഈ ചടങ്ങ് നിൽക്കുന്ന ആൾക്ക് അറബിയിൽ വേറെ തരുക മുഹല്ലിൽ എന്നാണ്. മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഹലാലാക്കി കൊടുക്കുന്ന ആളുകൾ. ശരിക്കതിന്റെ അർത്ഥം കൂട്ടിക്കൊടുക്കാറുണ്ട്. ആ ദൗത്യമാണ് നമ്മുടെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുകയും നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും ആളെ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആധുനിക കാലത്ത് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ, അഭിമാനബോധമുള്ളത് കൊണ്ട് അവർ പെട്ടുപോയതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം അവർ ആലോചിക്കുന്നു. ഈ ചടങ്ങ് നിൽക്കാതെ എങ്ങനെ വിവാഹം നടക്കാം? അതിന്റെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒന്നുകൂടി പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ മഹാപണ്ഡിതന്മാർ തന്നെ നൽകിയിരിക്കുന്ന ഒരുപാട് ഫത്വകളുണ്ട്. ആ ഫത്വകൾ ഏറെയും പരിശോധിച്ചാൽ ഈ ചൊല്ലിയിരിക്കുന്ന തലാഖുണ്ടല്ലോ, അത് 3 ആയിട്ടില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. അത് 3 ആയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ചടങ്ങ് ആവശ്യമില്ല. അതിന് പറഞ്ഞൊരു കാര്യമാണെന്ത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പണ്ഡിതന്റെ അരികിൽ ഈ കേസ് വന്നു, ഇങ്ങനത്തെ കേസ് 3 ചൊല്ലിപ്പോയി, തിരിച്ചെടുക്കാൻ മാർഗം വേണം. അദ്ദേഹം തിരിച്ചെടുക്കാൻ മാർഗം ഒരു പ്രശ്നമില്ല, കാരണം 1 ആഴ്ചയുള്ളൂ, തിരിച്ചെടുക്കാം, നിക്കാഹ് ചെയ്താൽ മതി, മഹർ കൊടുത്താൽ മതി. പക്ഷേ അയാൾക്ക് പ്രശ്നം മഹലിന് പുറത്താക്കും. നമ്മളെ കാലിമാരെ ധിക്കരിച്ചിട്ട് വേറെ കാലിമാരെ സ്വീകരിച്ചാൽ മഹലിന് പുറത്താവും. അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ധൈര്യം തന്റെ ഇവിടെ ഈ ചെറുപ്പക്കാരനില്ല. അപ്പൊ അദ്ദേഹം ചെയ്തു, ഞാൻ പണി പറഞ്ഞുതരാം, എല്ലാ മഹല്ലുകളുടെയും കാലിയായിരിക്കുന്ന ഒരാളെ തരാം, ഒരുപാട് മഹല്ലുകളുടെ കാലിയായിരിക്കുന്ന ഒരാളെ തരാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം? നല്ലൊരു കവർ കൊടുത്തേക്കൊണ്ടു. കവർ മോശാക്കണ്ട. കവർ നേരത്തെ അവിടെ എത്തിച്ചാൽ നിനക്ക് അനുകൂലമായ ഫത്വ കിട്ടും. അവനാ പണി ചെയ്തു, നല്ല കവർ കൊടുത്തേച്ചു. പഴയ ഭാഷ ലക്കോട്ടു അല്ലേ, കൊടുത്തേച്ചു. ആ ചന്ദ്രൻ ചോദിച്ചു. അപ്പോ ഇയാൾ ചോദിച്ചെന്താണോ, നീ എങ്ങനെ തലാഖല്ലേ എന്ന്? ഞാൻ എന്റെ ഭാര്യയുടെ 3 ത്വലാഖും പിരിച്ചിരിക്കുന്നു എന്നാണ് ത്വലാഖ്. അപ്പൊ അയാൾ പറഞ്ഞു, നീ ചൊല്ലിയെന്ന് തെറ്റാ. കാരണം ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ പിരിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ 3 ത്വലാഖ് പിരിച്ചു എന്നാൽ 3 പിരി പിരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. 3 പിരി പിരിച്ചാൽ ഇത് കെട്ടഴിയല്ല ചെയ്യുന്നത്, കൂടുതൽ മുറുകാണ് ചെയ്യാൻ. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, എനിക്ക് തിരിച്ചെടുക്കാൻ.
ഇങ്ങനെയൊക്കെ അനുകൂലമായും പ്രതികൂലമായും ഫത്വ കൊടുക്കാൻ സാധ്യമാവും. നമ്മുടെ മഹാപണ്ഡിതന്മാര് സൂര്യ തേജസ്സുള്ള ചന്ദ്രശോഭയുള്ള നക്ഷത്ര തുല്യരായിരിക്കുന്ന മഹാപണ്ഡിതന്മാരാണല്ലോ. അവരങ്ങനെ പറഞ്ഞേ മതിയാവും. ഇവിടെ നമ്മൾ ആ ആയത്ത് കൊണ്ട് വായിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. തീർച്ചയായും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ആത്മ പണ്ഡിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകയും അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുകയും തന്നെയാണ് ചെയ്യുന്നത്. അത് അടിവരയിട്ട് വായിച്ചിരിക്കേണ്ട സന്ദർഭമാണ്, പ്രത്യേകിച്ച് ഈ സമകാലിക സാഹചര്യം. അതുകൊണ്ടാണ് മുത്തലാഖ് എന്ന് പറയുന്ന സംഗതിയെ ബോധമുള്ള ആളുകൾ നിരാകരിക്കുന്നതും തള്ളിക്കളയുന്നതും. അത് മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നു. സർക്കാർ പറഞ്ഞുകൊണ്ട് മാത്രമൊന്നുമല്ല, സർക്കാരിന് അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ എത്തിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. പക്ഷേ അതാണെങ്കിൽ പോലും ഈ ഒരു ബാത്തിലിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ മതബോധമുള്ള ഖുർആനിൽ പരിജ്ഞാനമുള്ള ഒരാൾക്കും കഴിയില്ല. മനസ്സിലായില്ല? ഒന്നുകൂടെ ഉറക്കെ പറ. മുത്തലാഖിന് എതിരായിട്ടുള്ള ഖുർആനോ? നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും. ഉമർ ഖത്താബിന്റെ വിധി ഖുർആൻ എതിരല്ല. കാരണം ബാക്കിയുണ്ട്. ഉമർ ഖത്താബിന്റെ വിധി ഖുർആൻ എതിരല്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഉലുൽ അംർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരു സാമൂഹ്യമായ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിൽ അധികാരങ്ങളുണ്ട്. സാമൂഹ്യ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിൽ അധികാരമുണ്ട്. ഏതുപോലെ? ഇപ്പോ ഒരാൾക്ക് മറ്റൊരാൾ കൊല്ലാൻ പറ്റുമോ? ഏത് മതസ്ഥനാണെങ്കിലും കൊല്ലാൻ പറ്റില്ലല്ലോ, പറ്റൂല. പക്ഷെ യുദ്ധമുണ്ടാകുമ്പോഴോ കൊല്ലൽ അനിവാര്യമാകും, ചിലപ്പോൾ നിർബന്ധമാകും. അത് നടപ്പിലാക്കുന്ന ആരാ? പ്രഖ്യാപിക്കുന്ന ആരാ? ഭരണകർത്താവാണ്. ഭരണകർത്താവ് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ യുദ്ധത്തിനിറങ്ങാം, യുദ്ധം ചെയ്യണം, കൊല്ലണം, വെട്ടണം എന്ന പോലെ ഇവിടെ പൊതുവായി പറഞ്ഞിരിക്കുന്ന വിധിയാണെന്ത്? തൊലാഖിന്റെ ഘട്ടങ്ങൾ, അതിന്റെ വശങ്ങളൊക്കെ. മുത്തലാഖ് എന്ന് പറയുന്ന സംഗതി മതപരമായി ന്യായീകരിക്കാൻ കഴിയില്ല, സാധൂകരിക്കില്ല. പക്ഷേ എന്നിട്ടും മുത്തലാഖുമായി രംഗത്ത് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോ ഉമർ ഖത്താബിന്റെ അവരൊരു പാഠം പഠിപ്പിക്കാൻ, ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾക്ക് ഒരു പാഠമാവട്ടെ എന്ന നിലക്ക് ഒരു ഭരണപരമായിരിക്കുന്ന പരിഷ്കാരം വരുത്തിയത്. ഇനി നിങ്ങൾ 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലിയാൽ അത് 3ആയി തന്നെ പരിഗണിക്കും. രണ്ടാമത് മറ്റൊരാൾ വിവാഹം കഴിക്കാതെ ഇനി അവളെ നിങ്ങൾക്ക് തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. എന്തിനാണത്? ഈ സമ്പ്രദായം നിർത്തലാക്കാനാണ്. അത് പൂർണ്ണമായി ജനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ മുത്തലാഖ് നടപ്പിലാക്കാനല്ല, മുത്തലാഖ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അനുസരിക്കാം, ഉലുൽ അംറിനെ അനുസരിക്കണം. അത് ആ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമുമാരല്ല കേട്ടോ. ആ ഉലുൽ അംർ ആ ഇമാമുമാരല്ല, അത് ആ ഭരണകർത്താക്കൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുവാൻ പോലും അധികാരമുള്ളവർ, നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുവാൻ പോലും അധികാരമുള്ളവർ, അവർ നടപ്പിലാക്കുന്ന ഭരണപരമായിരിക്കുന്ന നിയമങ്ങളും പരിഷ്കാരങ്ങളും അതിവിടെയുണ്ടല്ലോ. ഇപ്പോ ഇസ്ലാമിക നിയമപ്രകാരം നമുക്ക് വണ്ടി ഏത് രൂപ കൊടുക്കാം? പറയാം. ആ ഭരണാധികാരിയും ഭരണമൊപ്പം ഉണ്ടോ? ഇല്ല. അപ്പൊ അതെല്ലാം നടപ്പല്ലേ? ഉമർ ഖത്താബ് നടത്തിയിരിക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളതാണ്. ഇങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഉമർ ഖത്താബ്, ബാക്കി ആളുകൾ, ഉമർ ഖത്താബ് ഇത് 3 തൊലാഖായി പരിഗണിക്കും എന്ന് പറയുമ്പോ തന്നെ കൂടെ പറഞ്ഞെന്താ, ഇനി അടുത്തൊരു ഘട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചടങ്ങ് പോകാൻ നടത്തിക്കൊള്ളുന്നല്ല, മറ്റൊരാൾക്ക് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും, എന്നിട്ട് അവർ തമ്മിൽ ജീവിക്കും. അയാൾ മൊഴി ചൊല്ലിയാൽ അതുവരെ കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇപ്പറയുന്ന ഈ ചടങ്ങ് കൂടി ചേർത്തുകൊണ്ടാണ് ഉമർ ഖത്താബ് പറഞ്ഞെങ്കിൽ ഒറ്റയ്ക്ക് ചവറ്റുകൊണ്ടിലേക്ക് എന്നാ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാണ് മുത്തലാഖ് എന്ന സംഗതി നടക്കാതിരിക്കാൻ നടത്തിയിരിക്കുന്ന ഭരണപരിഷ്കാരം മാത്രമാണത്. ഇത്
ഇത് വകവെച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ്യയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിം ഒക്കെ മുത്തലാഖ് ഒരിക്കലും സ്വീകാര്യമല്ല എന്ന് പഠിപ്പിച്ചത്. അതിന്റെ പേരിൽ അവർ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും അവർ ബഹിഷ്കരിക്കപ്പെടുകയും വരെ ചെയ്തിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിൽ. കാരണം എന്താ? പല കിതാബുകളും എഴുതി വെച്ചത് മുത്തലാഖ് അനുവദനീയമാണെന്നാണ്. അതിനെതിരെ കാരണം അവർ പറഞ്ഞു ഇത് ഒരു ഭരണപരിഷ്കാരം എന്ന നിലക്കല്ലാതെ ഒരിക്കലും മതവിധിയായി സ്വീകരിക്കരുത്. മതവിധിയായി സ്വീകരിക്കുമ്പോൾ ഖുർആനെതിരാണത്. മതവിധിയായി സ്വീകരിക്കുമ്പോൾ അത് ഖുർആനെതിരാണ്. ഖുർആൻ ആണെങ്കിലോ ഞാൻ പറഞ്ഞല്ലോ തൊലാഖിനെ കുറിച്ച് എങ്ങനെ സൂചിപ്പിച്ചു പോയിക്കല്ല, ഒരു സൂചന മാത്രം പറഞ്ഞു പോയിക്കല്ല, വിശദമായി വസ്തുതാപരമായി ഒരാൾക്കും ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം പറഞ്ഞു പഠിപ്പിച്ച കാര്യമാണ് തൊലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ടും അതിനെ മറികടക്കുന്ന മാർഗം സ്വീകരിക്കുമ്പോ അതിന് ഖുർആനുമായി യോജിക്കാത്തത് കൊണ്ട് തന്നെ തള്ളിക്കളയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ അത് തള്ളിക്കളയാതെ പോയത് ഭരണപരിഷ്കാരം മാത്രമായതുകൊണ്ടാണ്. മതപരമായ നിയമമാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തള്ളും. അവിടുത്തെ പണ്ഡിതന്മാർ അന്നേ തള്ളിക്കളയും. ഉണ്ടാവാതെ പോയത് ഭരണപരിഷ്കാരമായതുകൊണ്ടാണ്. മാത്രമല്ല ആ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പാഠമാവാനും വേണ്ടിയിട്ടാണ് ഞാൻ നിയമം കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മളെ ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന, പക്ഷെ എന്ത് ചെയ്യണം? പാലിക്കലും ബാധ്യതയാണ്, നിർബന്ധമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഖുർആനിലും ഹദീസിലും ഉണ്ടാവില്ല. ഖുർആനിലും ഹദീസിലൊന്നും ഏത് സൈഡിൽ കൂടെ വണ്ടി എടുക്കുന്നുണ്ടാവില്ല. സൗദി അറേബ്യയിൽ വലത്ത ഭാഗത്തുകൂടെ ഓടിക്കണം, നമ്മുടെ നാട്ടിൽ ഇടത്ത ഭാഗത്തുകൂടെ ഓടിക്കണം, അല്ലേ? അതാണ് നാട്ടിലെ പരിഷ്കാരം, ഇത് ഈ നാട്ടിലെ പരിഷ്കാരം. പക്ഷെ ഈ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവൻ ഇങ്ങനെ ഓടിക്കാവൂ, അത് നിയമമാണ്. ആ നിയമത്തെ അംഗീകരിച്ചോളണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകും. അപ്പൊ മതപരമായി പോലും തെറ്റാവും. മതപരമായി പോലും അത് തെറ്റാവും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാകുമ്പോൾ. അങ്ങനെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഏതു നിയമങ്ങളെയും ഏതു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥകളെയും കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട സംഗതി മറ്റൊരാൾക്കും പ്രയാസമുണ്ടാക്കാത്തൊരു വിഷയമാണെങ്കിൽ, മതപരമായി തെറ്റുമല്ലെങ്കിൽ അത് നടന്നുകൊണ്ട് തന്നെ വെക്കുക. അതിന് പിന്നാലെ നമ്മളെ ഭാഷ പറഞ്ഞാൽ സൈക്കിൾ എടുത്ത് കൂടണ്ട, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അതുണ്ടാക്കോട്ടെ, അതിനങ്ങനെ വിട്ടാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഖുർആൻ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞ സംഗതിയാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പണ്ഡിത വചനങ്ങൾ ഫത്വകൾ മതിയാവില്ല. പ്രത്യേകിച്ച് ഇന്ന് കൊടുക്കുന്ന ഫത്വകൾ ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട ഒരു സംസ്കാരമാണ് ഉണ്ടാക്കുന്നതും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുവാൻ മാത്രമാണ് ഉപകരിക്കുന്നത്. അത് സർക്കാർ പറഞ്ഞുകൊണ്ടും ഭരണകൂടം പറഞ്ഞുകൊണ്ടും അല്ല നമ്മൾ പറയുന്നത്, ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഇനി അടുത്ത ഒരാത്തിലേക്ക് പോവാം. അടുത്ത وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَأَمْسِكُوهُنَّ بِمَعْرُوفٍ أَوْ سَرِّحُوهُنَّ بِمَعْرُوفٍ وَلَا تُمْسِكُوهُنَّ ضِرَارًا لِتَعْتَدُوا وَمَنْ يَفْعَلْ ذَلِكَ فَقَدْ ظَلَمَ نَفْسَهُ وَلَا تَتَّخِذُوا آيَاتِ اللَّهِ هُزُوًا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അവരെ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ മര്യാദയനുസരിച്ച് തന്നെ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. ദ്രോഹിക്കുവാൻ വേണ്ടി അന്യായമായി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. അപ്രകാരം വല്ലവനും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തിവെക്കുന്നത്. അള്ളാഹുവിൻ്റെ തെളിവുകളെ നിങ്ങൾ തമാശയാക്കി കളയരുത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് സാരോപദേശം നൽകിക്കൊണ്ട് അവൻ അവതരിപ്പിച്ച വേദവും വിജ്ഞാനവും ഓർക്കുക. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മൾ സൂറത്ത് ത്വലാഖിൽ പഠിച്ച ഒരു ആയത്തിന്റെ മറ്റൊരു വേർഷനാണത്. അപ്പോൾ ഒരുപാട് വിശദീകരിക്കേണ്ടി വരില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതാ ത്വല്ലഖ്തുമുൻ നിസാ, ആ വിധികൾ മൊത്തം പറഞ്ഞു പോകണം. ഇനി നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഫബലഗന അജലഹുന്ന, അവർ അവരുടെ അവധി കഴിയുകയും ചെയ്തു, എത്തുകയും ചെയ്തു, ഇദ്ദയുടെ കാലം നടത്താം. എന്നിട്ട് പറയുന്നു ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, നല്ല നിലക്ക് അവരെ
തിരിച്ചെടുക്കാൻ കൂടെ നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഔ സരീഹുഹുന്ന ബിമാറൂഫ്, അല്ലെങ്കിൽ നല്ല നിലക്ക് മര്യാദ പ്രകാരം പിരിച്ചേക്കാം. എന്നിട്ട് പറയുന്നത് വലാ തുംസികൂഹുന്ന, നിങ്ങൾ അവരെ കൂടെ നിർത്തരുത്, പിടിച്ചു നിർത്തരുത്, ലിറാറൻ, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. മൊഴിയല്ലി വീണ്ടും തിരിച്ചെടുക്കുന്നത് ഉപദ്രവിക്കാൻ വേണ്ടിയാവരുത്. ലിതഅതദൂ, നിങ്ങൾ അതിരുകൾ ലംഘിക്കാൻ വേണ്ടി. അപ്പൊ അതിർ ലംഘനത്തിന്റെ ഭാഗമായി അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയാവരുത് നിങ്ങൾ കൂടെ നിർത്തുന്നത്. അങ്ങനെ കൂടെ നിർത്തി ഉപദ്രവിക്കേണ്ടതായിരിക്കുന്ന യാതൊരു സംഗതിയും അവിടെ ഇല്ല, അത് പാടില്ല. അങ്ങനെ ചെയ്താലോ അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി കൂടെ നിർത്തുകയാണെങ്കിൽ, അതുവഴി അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുകയാണെങ്കിൽ അയാൾ അവനവനോട് തന്നെയാണ് അതിക്രമം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഭാര്യയെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അവൾ എത്രമാത്രം വലിയ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്, അതിന്റെ എത്രയോ ഇരട്ടി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പരലോകത്ത് ഇവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന പറഞ്ഞു. അപ്പൊ അവനവനും ദോഷം. അങ്ങോട്ട് ഒരു അടി കൊടുത്താൽ ഇങ്ങോട്ട് 10 കിട്ടും അവിടുന്ന് കരുതി കൊടുന്നു. എന്നിട്ട് ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വീകരിക്കരുത് ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, ഹുസുവ എന്ന് പറഞ്ഞ തമാശ. അള്ളാഹുവിന്റെ വചനങ്ങളെ, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ തമാശയായി എടുക്കരുത്. ശരിക്കും നടക്കുന്ന സംഗതിയല്ലേ ഇതൊക്കെ? ഒരു തമാശയാണ്. കല്യാണം കഴിച്ചുകൊണ്ട് കേട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ മൊഴിയലും ചെയ്തു. ആ ചൊല്ലിനെ നേരത്തെ പറഞ്ഞ പോലെ ഈ കോലത്തിൽ പിന്നെ തിരിച്ചെടുക്കാമെങ്കിൽ അതിനേക്കാളും വലിയ തമാശ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ തമാശയാക്കി കാണുകയും അതിനേക്കാൾ മഹത്വം മറ്റു പല മഹാന്മാർക്കും നൽകുകയും ചെയ്യുന്നു എന്നതാണ് ആധുനിക സമൂഹത്തിന്റെ ഒരു ട്രെൻഡ്. മനസ്സിലായല്ലോ? ഇപ്പോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുന്ന കുറെ സാധനങ്ങൾ എടുത്തുകൊള്ളു. അതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചില വിഷയങ്ങളിലൊക്കെ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ, എന്നാൽ മുത്തലാഖ് എന്ന വിഷയത്തിന് സ്വീകരിച്ചുകൂടെ? അതിന്റെ മറുപടി എന്താ? നമ്മൾ ഒരു മദ്ഹബിനെയും അന്ധമായി അനുകരിക്കുന്നില്ല, തഖ്ലീദ് ചെയ്യുന്നില്ല, പക്ഷെ ഇത്തിബാഉ ചെയ്യും. ഇത്തിബാവും തഖ്ലീദും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പണ്ഡിതൻ, ആ നേതാവ്, ആ ഇമാമ് പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം സ്വീകരിക്കാം. അയാൾക്കൊരു അബദ്ധവും പറ്റൂല, പറഞ്ഞൊക്കെ ശരിയായിരിക്കും എന്ന് അങ്ങനെ തന്നെ വിചാരിച്ച് സ്വീകരിക്കുക. ആണ് തഖ്ലീദ്. ഇത്തിബാ എന്ന് പറഞ്ഞാലോ, ആ പണ്ഡിതൻ പറഞ്ഞു എന്നതുകൊണ്ടല്ല, അയാൾ പറയാൻ ഉപയോഗിച്ചത് ഇന്ന പ്രമാണമാണ് എന്നതിനാൽ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞു ഒരു കാര്യം, ഇങ്ങനെ പറഞ്ഞു, പറയാൻ കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഇന്ന ഹദീസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ ഇന്ന ആയത്ത് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഈ ഖബർ കെട്ടിപ്പൊക്കൽ നിഷിദ്ധമാണ്, അങ്ങനെ കെട്ടിപ്പൊക്കുന്ന ഖബറുകൾ പൊളിച്ചു കളയേണ്ടതാണ്, അതിന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല, അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല, അവിടെ കുമ്മായം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞു എന്ന കാരണത്താൽ മാത്രമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിരോധിച്ച, നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യമാണ് അത് എന്നതുകൊണ്ട് സ്വീകരിക്കുന്നു. അപ്പോ അവിടെ എന്താ ചെയ്യുന്നത്? ഇമാം ഷാഫി ഈ വിഷയം പറയാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, എന്ത് പ്രമാണമാണ് സ്വീകരിച്ചത്, അത് കണ്ടെത്തുകയും ആ പ്രമാണത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക. അതാണ് ഇത്തിബാ. അതുകൊണ്ട് ഇമാം ഷാഫിയോ ഇമാം മാലിക്കോ ഇമാം അഹ്മദ് ബിൻ ഹംബലോ മറ്റു ഏത് മഹാന്മാരാണെങ്കിലും അവർ പറയുന്ന, അവർ പഠിപ്പിക്കുന്ന അവരുടെ ഫത്വകൾ എല്ലാം തെറ്റായിരിക്കില്ല. ഒരുപാട് ശരികൾക്കിടയിൽ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും അവർക്കും സംഭവിക്കാം, സംഭവിച്ചിട്ടുണ്ട്. അവർ അതിൽ ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? ഇദാ റഅയ്തുൽ കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബി കലാമിൽ ഹദീസ്. എന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ, ഫത്വകൾ പ്രവാചകചര്യക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രവാചകചര്യ സ്വീകരിക്കുകയും എന്റെ അഭിപ്രായങ്ങളെ ആ മതിലിനപ്പുറത്തേക്ക് വെച്ചെറിയണം. അവർ അതിൽ ബോധവാന്മാരായിരുന്നു, നമ്മളാണ് ബോധവാന്മാരാവാത്തത്. അപ്പൊ അതുകൊണ്ട് പല വിഷയങ്ങളിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും. അതിന് ഹദീസുകളുടെ പിൻബലമുള്ളത് കൊണ്ട്, അവരെ മനസ്സിലാക്കിയത് ശരിയായ റൂട്ടാണ് ബോധ്യപ്പെട്ടതുകൊണ്ട്. അതിന്റെ അർത്ഥം അവർക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ അങ്ങനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്നല്ല. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചെന്നാരോ, ഖുർആൻ ഇത്ര വ്യക്തമായി കൃത്യമായി പറയുന്ന കാര്യങ്ങൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് ആ ഒരു മദ്ഹബ് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോ അള്ളാഹുവിന്റെ വചനങ്ങളെ, അവന്റെ തെളിവുകളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തമാശയാക്കി മാറ്റുന്നു.
അത് അല്ല പറഞ്ഞത് വലാ തത്തഖിദു ആയാത്തില്ല ഹുസുവ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ തമാശയാക്കി എടുക്കരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, വദ്കുറൂ നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് മേൽ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ. വമാ അൻസല അലൈക്കും മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിലൂടെ നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതും നിങ്ങൾ ഓർക്കുക. വൽ ഹിക്മ, തത്വജ്ഞാനവും. യഅലുക്കും ബിഹി, അതുവഴി അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. അപ്പൊ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നതിന്റെ ഭാഗമായി അവൻ നൽകിയിരിക്കുന്ന തത്വജ്ഞാനങ്ങളും അതുപോലെ തന്നെ അവൻ വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെയും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെയും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. ആ അനുഗ്രഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് വിശാലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ? ഒന്ന്, നമുക്കൊരു ഇണയെ നൽകിയെന്നുള്ളതാണ്. രണ്ട്, ആ ഇണയുമായി ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ വളരെ യുക്തിവീക്ഷയോടുകൂടി പഠിപ്പിച്ചു എന്നുള്ളതാണ്. മൂന്ന്, അവരുമായി വല്ലപ്പോഴും പിരിയേണ്ടി വന്നാലും അതിൽ പോലും ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ആവശ്യമുള്ള എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയെന്നാണ്. അതിനുവേണ്ടിയുള്ള ആയത്തുകളും ഹിക്മത്തുകളും ഒക്കെ അള്ളാഹു ഇറക്കി എന്നുള്ളതാണ്. ഇങ്ങനെ ആ അർത്ഥത്തിലൊക്കെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇവിടെയും അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. സാധാരണ സൂക്ഷ്മത പോരാ, ഇവിടുത്തെ സൂക്ഷ്മത. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യണം, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ബികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് എന്ന ബോധത്തോടെ ആയിരിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടേണ്ടത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ സൂറത്തു ത്വലാഖിലെ ആയത്തിന്റെ മറ്റൊരു വേർഷൻ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരായത്ത് കൂടി പറയാം. അടുത്തത്, وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി പ്രാപിച്ചാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. മര്യാദയനുസരിച്ച് അവർ അന്യോന്യം തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണത്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരവും സംശുദ്ധവുമായിട്ടുള്ളത്. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ ഒരു വിഷയം കൂടി പറയുന്നു. വൈദാ ത്വല്ലഖതും നിസാ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം നടത്തിയാൽ ഫബലഗന അജലഹുന്ന, എന്നിട്ട് അവരുടെ അവധി അവർ പൂർത്തീകരിക്കുകയും ചെയ്തു. ഫലാ തഅദുലൂഹുന്ന, നിങ്ങൾ അവരെ മുടക്കരുത്, അവർക്ക് തടസ്സം നിൽക്കരുത്. അല്ലാതെ നേരത്തെ പഠിച്ച പദമാണ്. അവരെ നിങ്ങൾ മുടക്കരുത്, അവർക്ക് തടസ്സം നിൽക്കരുത്. എന്തിന്? അയ്യൻകിഹിന അസ്വാജഹുന്ന, അവർ അവരുടെ ഭർത്താക്കന്മാരെ തന്നെ സ്വീകരിക്കുന്നതിന്. വിവാഹമോചനം കഴിഞ്ഞു, അവധിയും കഴിഞ്ഞു, എന്നിട്ട് നേരത്തെയുള്ള ഭർത്താവിനെ ഈ പെൺകുട്ടി സ്വീകരിക്കുന്നതിന് അഥവാ തിരിച്ച് അവർ വീണ്ടും വിവാഹിതരാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. ആ നിങ്ങളാരാ? രക്ഷിതാക്കളാണ്, പിന്നെ സമുദായമാണ്, സമൂഹമാണ്. ഉണ്ടല്ലോ ഇഷ്ടംപോലെ. എങ്ങനെ? ഇദാ തറാലൗ ബൈനഹും ബിൽ മാറൂഫ്, അവർ മര്യാദ പ്രകാരം നല്ല നിലക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണെങ്കിൽ, അവർ സ്വയം തൃപ്തരാണ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ വിവാഹമുണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അതിൽ തടസ്സം നിൽക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ ആളാരാ? ഈ പെൺകുട്ടിയുടെ പിതാവാണ്. കാരണം പിതാവാണ് വലിയ നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഞാൻ നിക്കാഹ് എതിർക്കില്ല, അവൻ ഞാൻ ഒരിക്കൽ നിക്കാഹ് ചെയ്തു കൊടുത്താണ്, ഇനി നിന്റെ ഭാഗമായിട്ട് നിക്കാഹ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ നമ്മൾ ആളുകളുടെ ധാരണ. ഞാൻ ചെയ്തു കൊടുക്കില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. ഒരിക്കൽ നിക്കാഹ് ചെയ്തിരിക്കുന്ന ആൾ, അയാൾ തന്നെയാണ് അവളെ വീണ്ടും തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹൻ.
അയാളെക്കാൾ അർഹനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് അയാൾ തിരിച്ചെടുക്കാൻ തയ്യാറാണ്, ഇവൾ തിരിച്ചു പോകാൻ തയ്യാറാണ്. രണ്ടുപേരും സംതൃപ്തിയോടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തടസ്സമായി മറ്റൊരാളും മറ്റൊന്നും ഉണ്ടായിക്കൂടാ. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇവിടെയും അള്ള പറഞ്ഞത്. എന്നിട്ട് ഇത് അള്ള പറഞ്ഞെന്താറ് ദാലികയോ അദ്ബിഹി, ഇതൊക്കെ അള്ളാഹു നൽകുന്ന ഉപദേശങ്ങളാണ് നൽകിയതാണ്. ആർക്ക്? മൻ കാന മിൻകും യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരോ അവർക്ക്. തറവാടിത്തത്തിലും ആഢ്യതയിലും അവനവന്റെ താല്പര്യങ്ങളിലും വിശ്വസിക്കുന്നവർക്കുള്ളതല്ല. പിന്നെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹ് നൽകുന്ന ഉപദേശങ്ങളാണിത്. ദാലികും അസ്കാ ലക്കും വഅത്ഹറു, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും പരിശുദ്ധവും. നിങ്ങളുടെ സാംസ്കാരിക തലം നന്നാവാൻ, സാംസ്കാരികമായി നിങ്ങൾ വളരാൻ, നിങ്ങൾ സംശുദ്ധമായ ജീവൻ നയിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള മാർഗം ഏതാണ്? അള്ള പറഞ്ഞിരിക്കുന്ന ഈ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ, ആഗ്രഹിച്ചാൽ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പരമാവധി അവരെ വിട്ടൊഴിച്ച് കൊണ്ടുപോകാനല്ല ശ്രമിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഏതായാലും മൊഴി ചൊല്ലി കിട്ടി, ഇനി അഡ്ഡുകണ്ട, ഈ ഒരു കാരണവശാലും അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിക്കൂടാ എന്ന തീരുമാനം യുദ്ധകാലത്തും പാടില്ല, യുദ്ധ കഴിഞ്ഞിട്ടും പാടില്ല. കാരണം ഖുർആൻ പറഞ്ഞത് അടിവരയിട്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും അവരെ സ്വീകരിക്കാൻ ഏറ്റവും അർഹൻ ഇവൻ തന്നെയാണ്. ഏറ്റവും അർഹനായവൻ ഉണ്ടായിരിക്കെ അത്ര അർഹതയില്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല തന്നെയാണ്. അഹക്കാണ്. അഹക്ക് എന്ന് പ്രയോഗിച്ചാൽ അതിനേക്കാൾ മേലൊരാളില്ല. അതെന്താണ് അള്ളാഹു പറയുന്നു? വല്ലാഹു യഅലമു, അള്ളാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. ഇതിനൊക്കെ ഭവിഷ്യത്തും ഇതിന്റെ ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിനറിയാം, നിങ്ങൾ അത്ര അറിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും എടുത്തു ചാടി നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ വിധി ഉണ്ടാക്കുന്നത്, തീരുമാനമുണ്ടാക്കുന്നത്. നമ്മൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ വെച്ച് കളിക്കാന്ന് പറയും. ഇവിടെ അത് മാത്രമല്ല, അള്ളാന്റെ ആയത്തുകളെ വെച്ചാണ് കളിക്കുന്നത്. അള്ളാഹുവിന്റെ ആയത്തുകൾ വെച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ വെച്ച്, അവന്റെ വിധിവിലക്കുകൾ വെച്ചുകൊണ്ടാണ് ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, നമ്മുടെ സമൂഹം ഖുർആൻ പഠിക്കുന്നില്ല. പഠിപ്പിക്കേണ്ടവരോ അവരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ നാട്ടിലാണല്ലോ കൊണ്ടോട്ടി. ആഴ്ചയിൽ ഒരു ദിവസം അതിൽ വഴിയാക്കാൻ പറ്റൂല. അത്രമാത്രം ജനങ്ങളാ, കംപ്ലീറ്റ് പെണ്ണുങ്ങളും. എന്താ കാര്യം? ഖുർആൻ പഠിക്കാമെന്നാണ്. പോലീസുകാർ എല്ലാ പോയിന്റിലും നിന്നിട്ട് ട്രാഫിക് നിയന്ത്രിക്കണം. അത്രമാത്രം തിരക്ക് പിടിച്ച ആയിരക്കണക്കിന് ആളുകളാണ്, സ്ത്രീകളാണ് ഖുർആൻ പഠിക്കാനെന്ന പേരിൽ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഒത്തുകൂടുന്നത്. എന്നിട്ട് ആ പഠിപ്പിക്കുന്ന ഉസ്താദും പഠിക്കുന്ന വിദ്യാർത്ഥികളും എന്താ പഠിച്ചു? അപ്പറഞ്ഞിരിക്കുന്ന ആളുകളും ഈ പറഞ്ഞ വിധിവിലക്കുകളൊക്കെ മറികടന്നിട്ടാണ് പോകുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ സൂറത്തുൽ ബഖറയാണ്. ഖുർആനിൽ ഓർല വായിച്ചു പഠിപ്പിച്ചു പോരുന്നെങ്കിൽ തീർച്ചയായും ഇത്രയൊക്കെ വായിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ അതവിടെ നടക്കുന്നില്ല. ഞാൻ പലപ്പോഴും കേട്ടു നോക്കിയിട്ടുണ്ട്. പോയാൽ നല്ലൊരു വയലും കുറച്ച് ദുആവും ഗംഭീരമായ പിരിവും ഉണ്ടാവും. അതുവഴി ചെറ്റക്കുടിൽ പോലും ഇല്ലാതിരുന്ന ആളുകൾ മണിമാളികകളും കൊട്ടാരങ്ങളും പണിതു. അതിന്റെ കമ്മിറ്റി പ്രസിഡന്റിന് ഇപ്പോഴും ജീവിക്കാൻ വലിയ സൗകര്യമൊന്നുമില്ലെങ്കിലും നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ഉന്നതിയിലെത്തിത്തരുന്നുണ്ട്. ആ ഉന്നതി അങ്ങനെ തുടങ്ങി ഒരുപാട് കച്ചവടങ്ങൾ, ഒരു വലിയ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. ഈ പിരിവ് മാത്രമല്ല, പിന്നെയും വേറെയും കുറെ കച്ചവടമുണ്ട്. ഉംറ അടക്കമുള്ള ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കുക എന്നത് മാത്രം ശരിയായ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. പേരിന് മാത്രം ഖുർആൻ പ്രഭാഷണം, ഖുർആൻ പഠന ക്ലാസ് എന്നൊക്കെ പറയാനല്ലാതെ കഥ പറഞ്ഞ്, കവിത ചൊല്ലി, ഈണത്തിൽ പാട്ടുപാടി, താരാട്ടുപാടി ആളുകൾ ഓർക്കാനല്ലാതെ ഈ സമുദായത്തിന് ഉപകാരം ലഭിക്കുന്ന വിധത്തിൽ ഖുർആൻ പഠനം അവിടെ നടക്കുന്നില്ല. സമുദായം പഠിക്കുന്നില്ല, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത് പഠിക്കുന്നില്ല. അഥവാ പഠിച്ചാലും പകർത്തുന്നില്ല, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ അള്ള പറഞ്ഞാണ് വിഷയം. നമ്മൾ അധികം കാര്യങ്ങൾ അറിയുന്നില്ല, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. ആ അള്ളാഹു അറിയും എന്ന് പറഞ്ഞിരിക്കുന്ന ആ അറിവ് തേടി വിശുദ്ധ ഖുർആനിലൂടെ ശരിയായ രൂപത്തിൽ നമ്മുടെ യാത്ര തിരിച്ചേ മതിയാകൂ. എങ്കിൽ ലഭിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ദുനിയാവിൽ മാത്രമല്ല പാരത്രിക ലോകത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചതിൽ 2 ആയത്ത് കൂടി ബാക്കിയുണ്ട്. അത് അടുത്ത ആഴ്ചയിലേക്ക് വിടാം.
അനുബന്ധമായ 1-2 കാര്യങ്ങൾ കൂടി അടുത്ത ആഴ്ചയോടെ തീർക്കാൻ പറ്റുമോ നോക്കട്ടെ വിഷയം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഞാനീ പറയുന്നതിനും നമ്മൾ കേൾക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് ഇത് ഖുർആന്റെ ആയത്തുകളാണ്. നമ്മളും അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം, ചിന്തിക്കണം. ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിന് ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.